everyone, welcome to the session. നമ്മൾ ഈ ഒരു സെഷനിൽ ക്ലാസ് 10 ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലൈറ്റ് റിഫ്ലെക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിസിക്സ് ചാപ്റ്ററിന്റെ ഒരു ക്വിക്ക് റിവിഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ ദാറ്റ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ചാപ്റ്ററിന്റെ ഹെഡിങ്ങിൽ തന്നെ എന്താ പറയുന്നത്? ലൈറ്റ് അല്ലെ. ലൈറ്റ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി, isn't it, which gives you a sensation of vision, which produces a sensation of vision. ക്ലിയർ അല്ലേ? നമ്മളുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഒരു പാർട്ടാണ് ലൈറ്റ് എന്ന് പറയുന്നത്. അതിലെ സെൻസേഷൻ ഓഫ് വിഷൻ തരാൻ കഴിയുന്ന, ആ ഒരു വിഷൻ സെൻസ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു ഫോം ഓഫ് എനർജിയാണ് ഏത്? വിസിബിൾ ലൈറ്റ്. Okay, so we can say that it is a part of electromagnetic spectrum which is having a wavelength between 400 to 700 nanometer. Okay, so light ne kurichu itrayum namakku ariyam. Ini nammal ലൈറ്റിന്റെ കോൺസെപ്റ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം ലൈറ്റ് വെച്ചിട്ടാണ് നമ്മളൊരു ഒബ്ജക്റ്റിന്റെ ഇമേജ് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഈ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇമേജ് എന്ന കോൺസെപ്റ്റ് വരുമ്പോൾ വി ഹാവ് ടു ടൈപ്സ് ഓഫ് ഇമേജസ് ഫോംഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ദാറ്റ് ഈസ് റിയൽ ഇമേജ് ഓർ വെർച്വൽ ഇമേജ്. ഓക്കെ, റിയൽ ഇമേജ് നമ്മൾ എന്തിനാണ് പറയണത്? നമ്മളുടെ റിഫ്ലക്ട് ചെയ്ത് വരുന്ന റേസിന്റെ ആക്ച്വൽ ഇന്റർസെക്ഷൻ വഴിയാണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ then we can say that the image formed is a real image. Whereas imaginary rays in the reflection, whereas reflected rays in the imaginary intersection variyana image formation nadakkunnengil then we can call it as a virtual image, right? Pinneyo real image inde pratyekatha endha? It can be caught on a screen while virtual image cannot be caught on a screen. Pinne endana നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമുക്കറിയാം റിയൽ ഇൻവേർട്ടഡ് ഇമേജസ് നമ്മൾ പറയാം അല്ലേ. റിയൽ ഇമേജസ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഇൻവേർട്ടഡ് ഇമേജസ്. ഇൻ കേസ് ഓഫ് മിറർ ഇറ്റ് വിൽ ബി ഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ് ആൻഡ് ഇൻ കേസ് ഓഫ് ലെൻസ് ഇറ്റ് ഇസ് ഫോംഡ് ഓൺ ദി അതർ സൈഡ്. ഓക്കെ, വെറാസ് നമ്മളുടെ വെർച്വൽ ഇമേജിന്റെ കേസിലാണെങ്കിൽ വെർച്വൽ ഇമേജസ് ആർ ഓൾവേസ് ഇറക്റ്റ് ആൻഡ് ലാറ്ററലി ഇൻവേർട്ടഡ്, isn't it? അപ്പോൾ മിററിലെ കേസിലാണെങ്കിൽ എങ്ങനെ വരിക? ഇറ്റ് ഇസ് ഫോംഡ് ബിഹൈൻഡ് ദ മിറർ ആൻഡ് ഇൻ കേസ് ഓഫ് എ ലെൻസ് ഇറ്റ് ഇസ് ഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾക്ക് റിയൽ ഇമേജ് ആൻഡ് വെർച്വൽ ഇമേജിനെ കുറിച്ച് അറിയേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, പിന്നെയോ നമ്മൾ ഫസ്റ്റ് ഒപ്റ്റിക്കൽ ഫിനോമിന ആയിട്ടുള്ള റിഫ്ലക്ഷനിലേക്കാണ് കയറുന്നത്. റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ആക്ച്വലി ദി ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് ഇൻ ടു ദ സെയിം മീഡിയം ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ്, isn't it? ഒരു റിഫ്ലക്റ്റിംഗ് സർഫേസ് ഉണ്ടെങ്കിൽ അവിടെ വന്നൊരു ഇൻസിഡൻറ്റ് ലൈറ്റ്, ഒരു ലൈറ്റ് വന്ന് ഇൻസിഡൻ്റ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് reflecting back or bouncing back to the same medium, isn't it? ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇനി റിഫ്ലക്ഷൻ എന്ന ഫിനോമിനൻ പറയുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ടെർമിനോളജീസ് എന്തൊക്കെയാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, isn't it? ഇൻസിഡൻറ്റ് റേയും നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് അത് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. സി, നോർമൽ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. എവിടെയെങ്കിലും ഒരു നോർമൽ വെച്ചിട്ട് കാര്യമില്ല അല്ലേ. പിന്നെയോ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ദ ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ, ഇതാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ കോൺസെപ്റ്റ് റിലേറ്റഡ് ടു റിഫ്ലക്ഷൻ. ഇനി ഈ റിഫ്ലക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ കൂടെ അറിയേണ്ട ഒരു കാര്യമാണ് എന്താ? ലോസ് ഓഫ് റിഫ്ലക്ഷൻ ചോദിക്കാറുള്ളതാണ് അല്ലേ. ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്താണ്? ഫസ്റ്റ് ലോ എന്താ പറയുന്നത്? ദ ഇൻസിഡൻറ്റ് റേ, ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് all lie in the same plane. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം അല്ലേ, they are lying in the same plane. രണ്ടാമത്തേത് എന്താ? ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും they are equal. Okay, so that is the second law, angle I equal to angle R. Okay, അപ്പോൾ ഈ ലോസിനൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളതാണ് ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിന നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ഇമേജ് ഫോർമേഷനിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ റിഫ്ലക്ഷൻ വഴിയാണ് നമ്മൾക്ക് ഇമേജ് ഫോം ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മിറേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട് അല്ലേ. മിററിലൂടെ നമ്മൾക്ക് ഇമേജ് ഫോർമേഷൻ സാധിക്കുന്നുണ്ട്. ഏതൊക്കെ ടൈപ്പ് മിറേഴ്സ് ഉണ്ട്? പ്ലെയിൻ മിറർ നമ്മൾ പറയാറുണ്ട്. നമ്മൾ ദിവസേന കണ്ണാടി നോക്കുന്നത് ഒരു പ്ലെയിൻ മിററാണ് അല്ലേ. അതല്ലാതെയുള്ള മിറേഴ്സ് ഏതൊക്കെയാ? ടു ടൈപ്സ് ഓഫ് സ്പിറിക്കൽ മിറേഴ്സ് അതെ, കോൺവെക്സ് മിറർ ആൻഡ് കോൺകേവ് മിറർ. ഈ 3 ടൈപ്പ് ഓഫ് മിറേഴ്സ് ആണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ പ്ലെയിൻ മിററിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്? പ്ലെയിൻ മിറർ നമ്മൾ ഒരു കണ്ണാടി നോക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. എങ്ങനെയാണ്? നമ്മളുടെ അതേ സൈസിലുള്ള ഇമേജ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അല്ലേ. നമ്മുടെ അതേ ഹൈറ്റ് ആയിരിക്കും. നമ്മൾ മിററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണോ അതനുസരിച്ച് തന്നെയായിരിക്കും ആ ഇമേജിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, ആകെ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം എന്താണ് ഇവിടെ? ഇമേജ് ഈസ് ലാറ്ററലി ഇൻവേർട്ടഡ്. ലാറ്ററലി ഇൻവേർട്ടഡ് എന്നാ പറഞ്ഞേ. വി ആർ നോട്ട് ഗെറ്റിംഗ് എൻ ഇൻവേർട്ടഡ് ഇമേജ്. നമ്മൾ തലകുത്തനെയാണോ കാണുന്നത്? അല്ല
അല്ലേ? അപ്പോൾ വി ആർ ഗെറ്റിംഗ് എ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ഓഫ് അവർ സെൽസ്, പക്ഷേ ദാറ്റ് ഈസ് ലാറ്ററലി ഇൻവേർട്ടഡ്, സൈഡ് വൈസ് റിവേഴ്സലാണ് സംഭവിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, നമ്മുടെ റൈറ്റ് ഹാൻഡ് നമ്മൾ ഉയർത്തുകയാണെങ്കിൽ വി ഫീൽ ലൈക്ക് ആ ലെഫ്റ്റ് ഹാൻഡ് ഇസ് ബീൻ റേസ്ഡ് ഇൻ ദ ഇമേജ്, അല്ലേ? അതിനെയാണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലാറ്ററൽ ഇൻവേർഷൻ ഈ ഒരു ടേം ഓർത്ത് വെക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള ടെർമിനോളജീസ് തന്നെ സയൻസിൽ യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി പ്ലെയിൻ മിറർ. ഇനി നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ പ്ലെയിൻ മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. എന്തുകൊണ്ടാ? മാഗ്നിഫിക്കേഷൻ ഇസ് എ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട്. അതായത് എം ഇസ് ഈക്വൽ ടു എച്ച് ഡാഷ് ബൈ എച്ച് അല്ലെങ്കിൽ വി ബൈ യു. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലേ? Here v is equal to u and h is equal to h dash. So definitely m is equal to 1. Okay, so ഇങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, പ്ലെയിൻ മിററിന്റെ മാഗ്നിഫിക്കേഷൻ എന്താ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഇമേജ് ഫോം ചെയ്യുമ്പോൾ അവിടെ മാഗ്നിഫിക്കേഷൻ 1 വന്നു, അപ്പോൾ അത് ഏത് മിറർ ആയിരിക്കും, ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഇനി നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് മിറേഴ്സ് ആണ്, സ്പിരിക്കൽ മിറേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സ്പിരിക്കൽ മിറേഴ്സ് നമ്മൾ എന്തുകൊണ്ട് വിളിക്കുന്നത്? ബിക്കോസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ സ്പിരിക്കൽ റിഫ്ലക്റ്റിംഗ് സർഫേസസ്. റൈറ്റ്, 2 ടൈപ്സ് ഓഫ് മിറേഴ്സ് ഉണ്ട്. അങ്ങനെ ഏതൊക്കെയാ? കോൺവെക്സ് മിററും ഉണ്ട്, കോൺകേവ് മിററും ഉണ്ട്, അല്ലേ? ഏത് പാർട്ടാണോ ഷൈനിങ് എന്നുള്ളതനുസരിച്ചിട്ടാണ് നമുക്ക് രണ്ട് ടൈപ്പ് മിറേഴ്സ് ഉള്ളത്. വൺ ഇസ് ദ കോൺവെക്സ് മിറർ ആൻഡ് അതർ ഇസ് ദ കോൺകേവ് മിറർ. ഓക്കെ, സോ യു ഹാവ് 2 ടൈപ്സ് ഓഫ് മിറേഴ്സ്. ഈ കോൺകേവ് മിററിനെ തന്നെ നമ്മൾ കൺവേർജിങ് മിറർ എന്ന് പറയാറുണ്ട്, കോൺവെക്സ് മിററിനെ ഡൈവേർജിങ് മിറർ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കോൺവെക്സ് മിറർ അല്ലെങ്കിൽ കോൺകേവ് മിറർ എന്ന് തരുന്നതിന് പകരം കൺവേർജിങ് അല്ലെങ്കിൽ ഡൈവേർജിങ് എന്ന രീതിയിലും കണ്ടേക്കാം. ഓക്കെ, അപ്പോൾ അതിൽ കൺഫ്യൂസ്ഡ് ആവണ്ട. ഇനി മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ, ഒരു കോൺവെക്സ് മിറർ അല്ലെങ്കിൽ കോൺകേവ് മിറർ വെച്ചിട്ടുള്ള ഇമേജ് ഫോർമേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി അറിയേണ്ട ചില പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ടെർമിനോളജീസ് ഉണ്ട്, അല്ലേ? ഫസ്റ്റ് വൺ എന്താണ്? അപ്പർച്ചർ, അതിൻ്റെ ഒരു ഓപ്പണിങ്, എത്രത്തോളം ലൈറ്റ് ഗ്യാതറിംഗ് എബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് അപ്പർച്ചർ പറയുന്നത്. പിന്നെന്താ? സെൻറ്റർ ഓഫ് കർവേച്ചർ. നമ്മൾ പറഞ്ഞു സ്പിരിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്ഫിയറിൻ്റെ പാർട്ട്, അല്ലേ? ഏതൊരു സ്ഫിയറിൻ്റെ പാർട്ടാണോ ആ ഒരു സ്പിരിക്കൽ സർഫസ്, അതിൻ്റെ ബേസിസിലാണ് നമ്മൾ സ്പിരിക്കൽ മിറർ എന്നുള്ള കോൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ മിറർ ഏത് സ്ഫിയറിൻ്റെ പാർട്ടാണോ ആ സ്ഫിയറിൻ്റെ സെൻറ്ററിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. ആ സ്ഫിയറിൻ്റെ റേഡിയസിനെ വി കോൾ ഇറ്റ് ആസ് റേഡിയസ് ഓഫ് കർവേച്ചർ. ക്യാപിറ്റൽ സിയും ക്യാപിറ്റൽ ആറും വേണം നമ്മളിത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. പിന്നെന്താ? പോൾ ഓഫ് ദ മിറർ എന്ന് വെച്ചാൽ എന്താ? ഒരു മിറർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ മിററിൻ്റെ സെൻറ്റർ പോയിന്റ്, ഓക്കെ, അതിൻ്റെ സെൻറ്റർ പോയിന്റിനെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്, സെൻറ്റർ ഓഫ് ദി മിറർ. ദാറ്റ് ഇസ് വാട്ട് ഇസ് പോൾ ഇസ് അബൌട്ട്. ഓക്കെ, പിന്നെന്താ? പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ് എന്താണ്? ഇപ്പോൾ ഈ ഒരു മിറർ എടുത്താൽ ഇതിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് സർക്കിൾ വരുന്നത്. സോ യു ഹാവ് ദ സെൻറ്റർ ഹിയർ, റൈറ്റ്? സോ ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും പോളിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ, ദാറ്റ്സ് വാട്ട് ഇസ് പ്രിൻസിപ്പൽ ആക്സിസ് അബൌട്ട്. അപ്പോൾ ഒരു ഇമാജിനറി ലൈനാണ്, ആ വേർഡ് വരണം, ഇമാജിനറി ആയിട്ടുള്ള ഒരു ലൈനാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെ ഒരു ലൈൻ ഒന്നും അവിടെ ഇല്ല, അല്ലേ? പിന്നെയോ പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് ഏതൊരു പോയിന്റിലേക്കാണോ ലൈറ്റ് റേസ് കൺവേർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊരു പോയിന്റിൽ നിന്നാണോ ലൈറ്റ് റേസ് ഡൈവേർജ് ചെയ്യുന്നത്, അപ്പിയറിംഗ് ടു ഡൈവേർജ് എന്ന് തോന്നുന്നത്, ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ഇസ് ടേം ടു ബി ദ ഫോക്കൽ പോയിന്റ് ഓഫ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റിനെ നമ്മൾ ക്യാപിറ്റൽ എഫ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യണം. ആ ഒരു ഫോക്കസിൽ നിന്ന് പോളിലേക്കുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ പോളിൽ നിന്ന് ആ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ്, അതിനെ നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നു. ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് യൂസിങ് സ്മോൾ ലെറ്റർ എഫ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എഫ് ആണെങ്കിൽ ആ ഫോക്കൽ പോയിന്റും, സ്മോൾ ലെറ്റർ എഫ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത്തുമാണ്. Fine, and we have a relation, important relation connecting focal length and radius of curvature. Focal length is equal to r by 2. ഓക്കെ, അങ്ങനെ ഒരു റിലേഷൻ നമുക്കുണ്ട്. ഇപ്പോൾ ഒരു മിറർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനൊരു മിറർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറും റേഡിയസ് ഓഫ് കർവേച്ചറും ഒക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണെന്ന് വിചാരിക്കാം. സോ ദിസ് ഈസ് ദ റേഡിയസ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ഹാഫ് ഇവിടെ ആയിരിക്കും ഫോക്കസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഇമേജ് ഫോർമേഷനൊക്കെ റേ ഡയഗ്രാംസ് വരയ്ക്കില്ലേ, റേ ഡയഗ്രാംസ് വരയ്ക്കുന്ന സമയത്തും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം മാർക്കിംഗ് ചെയ്യാനായിട്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സോ ഈ ഒരു റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഫ് ഇസ് ഈക്വൽ ടു ആർ ബൈ 2, അത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഇമേജ് ഫോർമേഷൻ ഒക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി അറിയേണ്ട കാര്യമാണ് സൈൻ കൺവെൻഷൻ. സി, ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സൈൻ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾക്ക് പല റൂൾസ് ഉണ്ട് സൈൻ കൺവെൻഷൻ, അല്ലേ? എന്തൊക്കെയാണ് നമ്മുടെ കൺവെൻഷൻസ്? ഒന്നാമത്തെ കാര്യം എന്താ?
the incident light is from left to right. ഇങ്ങനെയാണ് ഇൻസിഡന്റ് ലൈറ്റിന്റെ ഡിറക്ഷൻ. അതാണ് ഫസ്റ്റ് തിങ്. പിന്നെയോ ഒബ്ജക്റ്റ് ഇസ് ഓൾവേസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. ഓക്കെ, അതാണ് നമ്മുടെ സെക്കൻഡ് ഒരു പോയിന്റ്. പിന്നെ പോളിൽ നിന്നാണ് എല്ലാ ഡിസ്റ്റൻസസും മെഷർ ചെയ്യേണ്ടത്. ഓൾ ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസസ്, നമ്മൾ ഇങ്ങനെ മെഷർ ചെയ്യുന്ന എല്ലാ ഡിസ്റ്റൻസസും, റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചർ, അല്ലെങ്കിൽ എന്താ പറയുക, സെന്റർ ഓഫ് കർവേച്ചർ പോട്ടെ, റേഡിയസ് ഓഫ് കർവേച്ചറോ, ഇപ്പോൾ ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ എന്താ പറയുക ഒബ്ജക്ട് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ്, ഇങ്ങനെയുള്ള എല്ലാ ഡിസ്റ്റൻസും നമ്മൾ മെഷർ ചെയ്യുന്നത് ഫ്രം ദ പോൾ ആയിരിക്കും. ഓക്കെ, ഇനി സൈൻ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? പോളെന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ ഡിസ്റ്റൻസും ഫ്രം ദ പോളാണ് മെഷർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റ് മിററിൻ്റെ ഫ്രണ്ടിലാണ് വെക്കണേന്ന് പറയുന്നു. മിററിൻ്റെ ഫ്രണ്ടിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ നമ്മൾ പോളിൽ നിന്ന് ഈ ഒബ്ജക്റ്റിലേക്ക് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് വരുന്നത്. റൈറ്റ്, വിച്ച് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഓഫ് ദി ഇൻസിഡന്റ് ലൈറ്റ്. ഇൻസിഡന്റ് ലൈറ്റ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് പോകുന്നതെങ്കിൽ വി ആർ മെഷറിംഗ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, ഇസ്ന്റ് ഇറ്റ്? അതുകൊണ്ട് തന്നെ ടുവേർഡ്സ് ലെഫ്റ്റ് ആയിട്ടുള്ള എല്ലാ മെഷർമെൻറ്റ്സും നെഗറ്റീവ് ആയിട്ടാണ് കണക്കാക്കുന്നത്. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഇൻസിഡന്റ് ലൈറ്റ്. അങ്ങനെ നോക്കി നെഗറ്റീവും പോസിറ്റീവും കണ്ടുപിടിക്കാൻ പറ്റും. ഇൻസിഡന്റ് ലൈറ്റിൻ്റെ അതേ ഡയറക്ഷനിലാണോ നമ്മൾ മെഷർ ചെയ്യുന്നത്, അതോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ എന്ന് നോക്കി നമുക്ക് നെഗറ്റീവും പോസിറ്റീവും കാണാം. ഓക്കെ, ഇഫ് ദ മെഷർമെൻറ്റ് ഇസ് ടുവേർഡ്സ് ദിസ് സൈഡ് ദെൻ ദാറ്റ് ഈസ് ടേക്കൺ ടു ബി പോസിറ്റീവ്. പിന്നെയോ പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസസിൻ്റെ കാര്യമാണ്. പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലേക്കാണെങ്കിൽ അതെല്ലാം പോസിറ്റീവ്, പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ താഴോട്ടാണെങ്കിൽ അതെല്ലാം നെഗറ്റീവ്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ സൈൻ കൺവെൻഷൻ റൂൾസ് ആയിട്ട് അറിയേണ്ടത്. ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കുക, എന്തുകൊണ്ട് ഏത് രീതിയിൽ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും അസൈൻ ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ടൈപ്സ് ഓഫ് മിറേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. കോൺകേവ് മിററും ഉണ്ട്, കോൺവെക്സ് മിററും ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോ പാരാമീറ്റേഴ്സിനും എന്ത് സൈൻ വരും? ഒബ്ജക്ട് ഡിസ്റ്റൻസ് എടുത്ത് നോക്കി. ഒബ്ജക്ട് ഡിസ്റ്റൻസ്, ഒബ്ജക്ട് ഇസ് ഓൾവേസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ എന്ന് പറഞ്ഞു. അപ്പോൾ ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് യു ഇസ് നെഗറ്റീവ്. കാരണം ഒബ്ജക്റ്റ് എല്ലായ്പ്പോഴും ഫ്രണ്ട് ഓഫ് മിറർ ആയതുകൊണ്ട് തന്നെ കോൺവെക്സിലായാലും കോൺകേവിലായാലും യു വിൽ ബി നെഗറ്റീവ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാവുന്നത് ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെയും കാര്യം നോക്കാം. ഓക്കെ, ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ. കോൺകേവ് മിററിൻ്റെ കേസ് എടുക്കുക. കോൺകേവ് മിററിൻ്റെ ഏത് ഭാഗത്തേക്കാണ് ഫോക്കൽ പോയിന്റ് വരിക എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. മിററിൻ്റെ ഫ്രണ്ടിലേക്കായിട്ടാണ് വരിക അല്ലേ. ഇങ്ങനെയാണ് കേവ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോക്കൽ പോയിന്റും റേഡിയസും എല്ലാം വരുന്നത് എങ്ങോട്ടേക്കാണ്? ടു ദ ലെഫ്റ്റ്. അപ്പോൾ അതുകൊണ്ട് മെഷർമെൻറ്റ് വരുമ്പോൾ ദിസ് വിൽ ബി നെഗറ്റീവ്, വെറാസ് ദിസ് വിൽ ബി പോസിറ്റീവ്. ബിക്കോസ് ബിഹൈൻഡ് ദ മിറർ ആണ് ഇവിടെ ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചറും വരിക. ഫോക്കസ് എല്ലാം അവിടെയാണ് വരുന്നത്. ഓക്കെ, ഇനി വരുന്ന നെക്സ്റ്റ് ഒരു ആസ്പെക്ട് എന്താണ്? നമ്മളുടെ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റിന് എന്തായിരിക്കും? വി ആർ ഓൾവേസ് പ്ലേസിംഗ് ദ ഒബ്ജക്റ്റ് അബവ് ദ പ്രിൻസിപ്പൽ ആക്സിസ്, സോ ഇറ്റ് വിൽ ബി പോസിറ്റീവ്. ഓക്കെ, സോ രണ്ട് കേസിലും അത് പോസിറ്റീവ് തന്നെയാണ്, തർക്കമൊന്നുമില്ല. ഇനി നമ്മൾക്ക് ഇമേജ് ഡിസ്റ്റൻസ് നോക്കാം. ഇമേജ് ഡിസ്റ്റൻസിൻ്റെ കേസ് പറയുന്ന സമയത്ത് ഓക്കെ, ഒരു റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ആണെങ്കിൽ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. ഓക്കെ, അപ്പോൾ റിയൽ ആയിട്ടുള്ള ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജസ് ആണെങ്കിൽ നമ്മൾക്ക് പറയാം ഫോർ എ കോൺകേവ് മിറർ വി വിൽ ബി നെഗറ്റീവ്. ഓക്കെ, സോ വി കുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇഫ് ദ ഇമേജ് ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ, ഓക്കെ, അങ്ങനെയെങ്കിൽ നെഗറ്റീവ് ആണ്. അതേസമയം ബിഹൈൻഡ് ദ മിറർ ആണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി പോസിറ്റീവ്. ഓക്കെ, ഇനി കോൺവെക്സ് മിററിൻ്റെ കേസ് എടുക്കാം. കോൺവെക്സ് മിററിലാവുമ്പോൾ എങ്ങനെയാണ് സൈൻ കൺവെൻഷൻ വരിക എന്നൊന്ന് പറയാൻ പറ്റുമോ? കോൺവെക്സ് മിററിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇമേജ് ഫോം ചെയ്യുന്നത് ബിഹൈൻഡ് ദ മിറർ ആണ്. അതുകൊണ്ട് തന്നെ ഓൾവേസ് വി വിൽ ബി പോസിറ്റീവ് ഓവർ ദെയർ. ഓക്കെ, ഇനി ഹൈറ്റ് ഓഫ് ദി ഇമേജ് എടുക്കാം. ഹൈറ്റ് ഓഫ് ദി ഇമേജും നമുക്ക് ഇത് വെച്ച് തന്നെ പറയാൻ പറ്റും. ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണ് കോൺകേവ് മിറർ എങ്കിൽ ദാറ്റ് വിൽ ബി എ റിയൽ ഇമേജ് അല്ലെ. റിയൽ ഇമേജസ് ആണെങ്കിൽ അത് ഇൻവേർട്ടഡും ആയിരിക്കും. സോ ഇപ്പോൾ നമുക്ക് എന്താ നോക്കേണ്ടത്? ഇൻവേർട്ടഡ് ഇമേജസ് ആണോ ഇറക്റ്റ് ഇമേജസ് ആണോ എന്ന് നോക്കണം. ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജസ് ആണെങ്കിൽ HI വിൽ ബി നെഗറ്റീവ്. അതേസമയം ഇറക്റ്റ് ഇമേജസ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി പോസിറ്റീവ്. ഓക്കെ, ദാറ്റ് ഈസ് ദ കേസ് ഓഫ് കോൺകേവ് മിറർ. ഇനി കോൺവെക്സ് മിററിലാണെങ്കിലോ? കോൺവെക്സ് മിററിനെ സംബന്ധിച്ചിടത്തോളം വി ആർ ഹാവിങ് ഓൺലി വെർച്വൽ ഇമേജസ്. ബിഹൈൻഡ് ദ മിറർ ആണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇറക്റ്റ് ഇമേജസ് ആയിരിക്കും. സോ ദാറ്റ് വിൽ ബി പോസിറ്റീവ് സിൻസ് ദേ ആർ ഇറക്റ്റ് ഇമേജസ്. ഓക്കെ, സോ ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ന്യൂമറിക്കൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കോൺകേവ് മിറർ ആണെങ്കിലും കോൺവെക്സ് മിറർ ആണെങ്കിലും എങ്ങനെയാണ് ഓരോന്നിൻ്റെ സൈൻ വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മനസ്സിലാക്കി ഇത് പഠിച്ചു വയ്ക്കുക. ഓക്കെ,
Now, ray diagrams, which is a very important area for this chapter. Okay, ray diagram വരയ്ക്കാൻ എന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. ഏതെങ്കിലും ഒരു ലെൻസിൻ്റെയോ മിററിൻ്റെയോ ബേസിലുള്ള ഒരു റേ ഡയഗ്രാം നമ്മളോട് ചോദിക്കുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ റേ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റേസ്, ഏതൊക്കെ തരത്തിലുള്ള റേസ് നമ്മൾ എടുക്കാറുണ്ട്? ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, റേ ദാറ്റ് ഈസ് കമ്മിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, എന്നിട്ട് എന്ത് ചെയ്യും, കോൺകേവ് മിററിനെ സ്ട്രൈക്ക് ചെയ്യും, എന്നിട്ട് ത്രൂ ദ ഫോക്കസ് റിഫ്ലക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കത് മറ്റൊരു കോൺവെക്സ് മിററിലാണെങ്കിൽ നമ്മളത് എങ്ങനെയാണ് പറയുക, പാസിംഗ് ത്രൂ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് ഇറ്റ് ഈസ് reflecting as if it is diverging from the focus. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഒരു റേ കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തെ റേ എങ്ങനെയാണ്, ഇറ്റ് ഈസ് കമ്മിങ് ത്രൂ ദ ഫോക്കസ് ആൻഡ് റിഫ്ലക്റ്റിംഗ് ബാക്ക് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇവിടെയാണെങ്കിലോ ഫോക്കസിൽ നിന്ന് വരുന്നത് പോലെയുള്ളൊരു റേ അല്ലേ, അപ്പിയറിംഗ് ടു ഡൈവേഴ്സ് ഫ്രം ഫോക്കസ്, അങ്ങനെയുള്ളൊരു റേ വന്നിട്ട് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് ഈസ് പാസിംഗ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, മൂന്നാമത്തെ റേ നമുക്ക് ഏത് കൺസിഡർ ചെയ്യാൻ പറ്റും? മൂന്നാമത്തെ റേ ആയിട്ട് നമുക്ക് പറയാം വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് ഈസ് retracing its path. Same case here, appearing to pass through center of curvature and retracing its path. Okay, പിന്നെയുള്ളത് ലാസ്റ്റ് റേ ഏതാ, ഒരു ആംഗിളിൽ falling obliquely to the pole, അപ്പോൾ സെയിം ആംഗിളിൽ that will reflect back. ഓക്കെ, അത് രണ്ട് മിററിലും ഒരേപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ 4 ടൈപ്പ് റേസ് നമുക്ക് ഇൻ ജനറൽ പറയാം. എന്താണ്? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് പാസിംഗ് ത്രൂ ഫോക്കസ്, റിഫ്ലക്റ്റഡ് ബാക്ക് ചെയ്യുമ്പോൾ ത്രൂ ഫോക്കസ്. ഇനി ഫോക്കസിലൂടെ വന്നാൽ റിഫ്ലക്ട് ചെയ്താൽ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. പിന്നെയോ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ ആണെങ്കിൽ റിഫ്ലക്ട് ചെയ്താൽ സെൻറ്റർ ഓഫ് ത്രൂ റീട്രേസ് ചെയ്താൽ അതേ പാത്ത് കൂടെ തന്നെ പോകും. പിന്നെയുള്ളത് എന്താ, ഒബ്ലിക്കലി പോളിൽ വന്ന് വീണാൽ സെയിം ആംഗിളിൽ റിഫ്ലക്ട് ബാക്ക് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള 4 റേസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് കോൺകേവ് മിററിലും കോൺവെക്സ് മിററിലും പറയുമ്പോൾ നമ്മുടെ എക്സ്പ്ലനേഷൻ സ്റ്റൈൽ ഡിഫറെൻ്റ് ആണെന്നുള്ളതേ ഉള്ളൂ, അത് ശ്രദ്ധിക്കുകയും വേണം. ഓക്കെ, ഇനി നമ്മൾ ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് മിറർ കൺസിഡർ ചെയ്യാം. കോൺകേവ് മിററിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിൻ്റെ ഒരു ഷേപ്പ്? ഇങ്ങനെയുള്ളൊരു ഷേപ്പാണ് അല്ലേ കോൺകേവ് മിററിനുള്ളത്. അപ്പോൾ ആ സ്പിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ പോൾ ഇവിടെയുണ്ട്, വി ഹാവ് യുവർ സെൻറ്റർ ഓഫ് കർവേച്ചർ ഹിയർ. ഓക്കെ, അപ്പോൾ ഇവിടെയായിട്ട് നമ്മുടെ ഫോക്കസ് ഇങ്ങനെയാണ് ഉണ്ടാവുക, റൈറ്റ്? അപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ പല രീതിയിൽ പറയാം. ആദ്യം ഒബ്ജക്റ്റിനെ ഇൻഫിനിറ്റിയിൽ വെക്കാം, പിന്നെ ഒബ്ജക്റ്റിനെ ബിയോണ്ട് സി വെക്കാം, പിന്നെ ഒബ്ജക്റ്റിനെ അറ്റ് സി വെക്കാം, പിന്നെ ഒബ്ജക്റ്റിനെ ബിറ്റ്വീൻ സി ആൻഡ് എഫ് വെക്കാം, അത് കഴിഞ്ഞാൽ അറ്റ് എഫ് വെക്കാം, അത് കഴിഞ്ഞ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി വെക്കാം. സോ വി ആർ ബ്രിങ്ങിങ് ദ ഒബ്ജക്റ്റ് ക്ലോസർ ടു ദ മിറർ എന്ന രീതിയിൽ നമുക്ക് പല പൊസിഷനിങ് ഉണ്ട് അല്ലേ. ഓരോ പൊസിഷനിലും പല രീതിയിലായിരിക്കും നമുക്ക് ഇമേജ് കിട്ടണേ, റൈറ്റ്? ഇപ്പോൾ ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇൻഫിനിറ്റിയിൽ നിന്ന് എന്തായാലും പാരലൽ റേസ് ആണ് വരെ അല്ലേ. സോ റേസ് ഫ്രം ഇൻഫിനിറ്റ് ഒബ്ജക്റ്റ്, സോ പാരലൽ ആയിട്ടുള്ള 2 റേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എന്താ, പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിഫ്ലക്ട് ബാക്ക് ത്രൂ ഫോക്കസ്. സോ വി ആർ കൺസിഡറിങ് ഇറ്റ് ഇൻ ദിസ് വേ. അപ്പോൾ ഫോക്കസിൽ നമുക്ക് ഇമേജ് കിട്ടുന്നു, റൈറ്റ്? അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് റേ ഡയഗ്രാംസ് നമുക്ക് വരുന്നുണ്ട്. കോൺകേവ് മിററിൻ്റെ കേസ് തന്നെ അറ്റ് ഇൻഫിനിറ്റി, ബിയോണ്ട് സി, അറ്റ് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അറ്റ് എഫ്, ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ഓക്കെ, അങ്ങനെ 6 കേസസ് ഉണ്ട്. ഇതിൽ 6ാമത്തെ കേസിൽ മാത്രമാണ് നമുക്കൊരു വെർച്വൽ ഇമേജ് കിട്ടുന്നത്, ബിഹൈൻഡ് ദ മിറർ കിട്ടുന്നത്. ബാക്കിയെല്ലാം ഇൻ ഫ്രണ്ട് ഓഫ് ദ മിററാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ കേസസ് നമുക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവണം. അതിന് റേ ഡയഗ്രാം വരച്ച് പഠിക്കുക തന്നെ വേണം. ഇനി റേ ഡയഗ്രാം വരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കണം. എന്തൊക്കെയാ? ഒന്നാമത് പെൻസിൽ വെച്ചേ വരയ്ക്കാവൂ. പെൻസിലും സ്കെയിലും യൂസ് ചെയ്ത് തന്നെ റേ ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, ഷാർപ്പ് പെൻസിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആൻഡ് റേ ഡയഗ്രാം വരച്ചു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ആരോ മാർക്സ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവണം, ബിക്കോസ് ദാറ്റ് ക്യാരീസ് മാർക്ക്. ഓക്കെ, അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. സോ നമ്മൾ അങ്ങനെയുള്ള 6 പൊസിഷൻസ് ഓഫ് ഒബ്ജക്ട്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഇമേജ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അറ്റ് എ ഗ്ലാൻസ് നമുക്ക് കാണാം. വെൻ ദ ഒബ്ജക്റ്റ് ഇസ് അറ്റ് ഇൻഫിനിറ്റി, ഏറ്റവും ആദ്യത്തെ പൊസിഷൻ അല്ലേ, ഏറ്റവും അകലത്തിലാണ്, മിററിൽ നിന്ന് ഏറ്റവും അകലത്തിൽ, അറ്റ് ഇൻഫിനിറ്റി, ദെൻ വി ആർ ഗെറ്റിംഗ് ദ ഇമേജ് അറ്റ് ഫോക്കസ്. ഇപ്പം നമ്മൾ കണ്ടേ ഉള്ളൂ അതല്ലേ. അപ്പോൾ അതെങ്ങനെയുള്ള ഇമേജ് ആയിരുന്നു? ദാറ്റ് വാസ് എ ഹൈലി ഡിമിനിഷ്ഡ് പോയിന്റ് സൈസ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരുന്നു, വിച്ച് വാസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. Why real and inverted? Because that was formed in front of the mirror. അപ്പോൾ real image ആണ്. We can catch it on a screen or we can obtain it on a screen. Okay, so that is a real image. Why? Because that is coming by that is formed by the actual intersection of the reflected rays. Right?
അല്ലേ? പാരലായി വന്ന് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ആ റേസിൻ്റെ ആക്ച്വൽ ഇൻ്റർസെക്ഷൻ വഴിയാണ് നമുക്ക് ആ ഇമേജ് കിട്ടിയിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ റിയൽ ഇമേജ് ആൻഡ് ദാറ്റ് വിൽ ബി ഇൻവേർട്ടഡ്. ഓക്കെ, രണ്ടാമത്തെ പൊസിഷൻ എന്താ? ബിയോണ്ട് സി. അപ്പോൾ നമുക്ക് ഇമേജ് കിട്ടുന്നത് ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആണ്. ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആകുമ്പോൾ ഒരു ഡിമിനിഷ്ഡ് ഇമേജ് ആണ് കിട്ടുന്നത്. എഗെയിൻ ദാറ്റ് ഈസ് ബൈ ദ ആക്ച്വൽ ഇൻ്റർസെക്ഷൻ ഓഫ് റിഫ്ലക്റ്റഡ് റേസ്. സോ റിയൽ ആണ്, ഇൻവേർട്ടഡും ആയിരിക്കും. ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് ഇങ്ങനെയാണ് റേസ് വരുന്നതെങ്കിൽ എന്താ ഇവിടെ ഇപ്പോൾ റിഫ്ലക്റ്റഡ് റേസ് ഇതാന്ന് വിചാരിക്കുക. സോ ഇങ്ങനെ ഒരു ഇമേജ് ഫോർമേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ആക്ച്വൽ ഇൻ്റർസെക്ഷൻ വരുന്ന സമയത്ത് രണ്ട് റിഫ്ലക്റ്റഡ് റേസ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എങ്കിൽ താഴോട്ട് പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ താഴോട്ടേക്ക് എന്ന രീതിയിൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി നോക്കി പോവാം. ഫൈൻ, ഇനി നമുക്ക് ഒബ്ജക്റ്റിനെ അറ്റ് സി വെക്കാം. അപ്പോൾ എന്താ പ്രത്യേകത? സിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നതും സിയിൽ തന്നെ സെയിം സൈസ് ആയിട്ടുള്ള ഇമേജ് കിട്ടും, വിച്ച് ഇസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഓക്കെ, പിന്നെയോ ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ഇമേജ് എന്ന് പറയുന്നത് ബിയോണ്ട് സി ആണ് കിട്ടുക. ആൻഡ് ദാറ്റ് വിൽ ബി എൻലാർജ്ഡ് ഇമേജ് വിച്ച് ഇസ് അഗൈൻ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അറ്റ് എഫ് ഇമേജ് വെക്കുന്നു, അല്ല സോറി ഒബ്ജക്റ്റ് വെക്കുന്നു. അറ്റ് എഫ് ഒബ്ജക്റ്റ് വെക്കുന്നു. ഒബ്ജക്റ്റ് ഓഫ് ഫോക്കസിലാണെങ്കിൽ ഇമേജ് ഇസ് അറ്റ് ഇൻഫിനിറ്റി വിച്ച് ഇസ് ഹൈലി എൻലാർജ്ഡ്. ഇൻഫിനിറ്റിയിലാണ് ഇമേജ് എങ്കിൽ ഒബ്വിയസ്ലി ഹൈലി എൻലാർജ്ഡ് ആണ്, വിച്ച് ഇസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഓക്കെ, പിന്നെയോ ബിറ്റ്വീൻ പി ആൻഡ് എഫ്. ബിറ്റ്വീൻ പി ആൻഡ് എഫ് ആണ് ഒബ്ജക്റ്റ് എങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും. അവിടെ നമുക്ക് അറ്റ് സി ബിയോണ്ട് സി എന്നൊന്നും പറയാനില്ല അല്ലേ? ബിഹൈൻഡ് ദ മിറർ ആണ്. അപ്പോൾ അവിടെ ഒരു പൊസിഷനിൽ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ബിഹൈൻഡ് ദ മിറർ ആണ്. ദാറ്റ് വിൽ ബി എ എൻലാർജ്ഡ് ഇമേജ്, വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ബിക്കോസ് ബിഹൈൻഡ് ദ മിറർ ആകുമ്പോൾ ദാറ്റ് ഇസ് ബൈ ദ ഇമാജിനറി ഇൻ്റർസെക്ഷൻ ഓഫ് ദ റിഫ്ലക്റ്റഡ് റേസ്. സോ ഫോം ചെയ്യുന്ന ഇമേജ് വിൽ ബി വെർച്വൽ ആൻഡ് ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി ഇറക്റ്റ്. ഓക്കെ, അപ്പോൾ അത് കൺസിഡർ ചെയ്യണം. അപ്പോൾ കോൺകേവ് മിററിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരേ ഒരു വെർച്വൽ ഇമേജ് കിട്ടുന്നുള്ളൂ. അത് എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് ഫോംഡ് വെൻ ദ ഒബ്ജക്റ്റ് ഇസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ പി ആൻഡ് എഫ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. നമുക്ക് റെസിപ്രോക്കലായി തന്നെയാണ് കിടക്കുന്നത്. നോക്കിക്കേ, ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഫോക്കസിൽ ഇമേജ് കിട്ടും, ഫോക്കസിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഇൻഫിനിറ്റിയിൽ ഇമേജ് കിട്ടും. ബിയോണ്ട് സി ഒബ്ജക്റ്റ് എങ്കിൽ ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആണ് ഇമേജ്. ബിറ്റ്വീൻ എഫ് ആൻഡ് സി ഒബ്ജക്റ്റ് എങ്കിൽ ബിയോണ്ട് സി ആണ് ഇമേജ്. ഓക്കെ, പിന്നെയുള്ള എന്താ? സിയിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ സിയിൽ തന്നെയാണ് ഇമേജ്. ഓക്കെ, പിന്നെയുള്ളത് നമ്മളുടെ ഈ ഒരു സ്പെഷ്യൽ കേസ് ആണ് അല്ലേ? ബാക്കി എല്ലാം റിയൽ ഇൻവേർട്ടഡ് ഇമേജസ് ആണ്. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ ഏത് രീതിയിലും ചോദ്യങ്ങൾ വരാം. ഓക്കെ, അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താ? റേ ഡയഗ്രംസ് പഠിക്കുക എന്നുള്ളതാണ്. റേ ഡയഗ്രംസ് വരച്ച് തന്നെ പഠിക്കണം. ഓക്കെ, ഇനി ഈ കോൺകേവ് മിറേഴ്സിന്റെ യൂസസ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു അല്ലേ? എന്തൊക്കെയായിരുന്നു? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഷേവിംഗ് മിറർ. ഷേവിംഗ് മിററിൽ നമുക്ക് എൻലാർജ്ഡ് വ്യൂ വേണം. കോൺകേവ് മിറർ ഇസ് ഗിവിംഗ് യു ദാറ്റ് അല്ലേ? കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ പല പൊസിഷൻസിൽ വെക്കുന്ന അനുസരിച്ച് വി ആർ ഗെറ്റിംഗ് എൻലാർജ്ഡ് ഇമേജസ്. ഓക്കെ, അപ്പോൾ എൻലാർജ്ഡ് ഇമേജ് തരാനുള്ള ഒരു കേപ്പബിലിറ്റി കോൺകേവ് മിററിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പൊസിഷൻ ചെയ്താൽ വി ക്യാൻ ഗെറ്റ് ഇറ്റ് അല്ലേ? പിന്നെ എന്താണ്? യൂസ്ഡ് ഇൻ സോളാർ ഫർണസസ്. ഫോക്കസ് ചെയ്യാം, ലൈറ്റ് റേസിനെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന റേസ് ഇറ്റ് ഇസ് ബീൻ ഫോക്കസ്ഡ് അല്ലേ? ഇമേജ് ഫോർമേഷൻ ഇസ് അറ്റ് ഫോക്കസ്. അപ്പോൾ പാരലൽ റേസിനെ അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന സൺ റേസിനെയൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി കോൺകേവ് മിറർ വെച്ച് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളത് സോളാർ ഫർണസസിൽ യൂസ് ചെയ്യുന്നു. പിന്നെന്താ? യൂസ്ഡ് ഇൻ ടോർച്ചസ്, സെർച്ച് ലൈറ്റ്സ് ആൻഡ് ഹെഡ് ലൈറ്റ്സ് ഓഫ് വെഹിക്കിൾ അല്ലേ? നമുക്ക് എന്താണ്? പാരലൽ ആയിട്ടുള്ള റേസ് കിട്ടാനായിട്ടും എല്ലാം നമുക്ക് യൂസ്ഫുൾ ആണ്. പിന്നെയോ യൂസ്ഡ് ബൈ ഡെന്റിസ്റ്റ്. അഗെയിൻ നമുക്ക് എൻലാർജ്ഡ് ആയ വ്യൂ അതിൽ പോസിബിൾ ആണ്. പിന്നെയോ ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്സ്. ഓക്കെ, ഇതെല്ലാം പഠിച്ചു വെക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു 3-4 യൂസസ് ഓഫ് കോൺകേവ് മിറർ എങ്കിലും അറിഞ്ഞു വെക്കണം. അത് അറിഞ്ഞിരിക്കുമ്പോൾ എന്തുകൊണ്ട് അതവിടെ യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യവും കൂടെ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് കോൺകേവ് മിറർ. ഇനി നമ്മൾ കോൺവെക്സ് മിററിലേക്ക് കയറുകയാണ്. കോൺവെക്സ് മിററിൽ വരുന്ന സമയത്ത് എങ്ങനെയാ? മിറർ ഇങ്ങനെ ഇരിക്കണേ, ഇവിടെയാണ് നമ്മുടെ പോൾ ഉള്ളത്. ഒബ്ജക്റ്റ് ഇസ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ മിറർ അല്ലേ? ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ എന്ന രീതിയിൽ ഇവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സ്ഫിയർ. സോ ഇവിടെയാണ് നമ്മുടെ സെൻറ്റർ ഓഫ് കർവേച്ചറും ഫോക്കസും എല്ലാം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ പൊസിഷനിങ് 2 പോസിബിലിറ്റി ഉള്ളൂ. ഒന്ന് ഇൻഫിനിറ്റിയിലും മറ്റേതൊരു ഫൈനൈറ്റ് ഡിസ്റ്റൻസ് എന്ന രീതിയിലും. ഓക്കെ, അങ്ങനെ 2 പോസിബിലിറ്റീസ് ആണ് നമുക്കിവിടെ ഒബ്ജക്റ്റ് പ്ലേസ്മെൻറ്റിനുള്ളത്. അതിനനുസരിച്ചിട്ടാണ് ഇമേജസ് വരിക. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് ഇമേജ് ഫോർമേഷൻ വരുന്നത് എന്നുള്ള റേ ഡയഗ്രാംസ് നമ്മളുടെ റെഫർ ചെയ്ത് അത് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ എങ്ങനെയൊക്കെയാണ് നമുക്ക് അപ്പോൾ ഇമേജ് കിട്ടുന്നത്?
ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ഇമേജ് വിൽ ബി അറ്റ് ദ ഫോക്കസ് അല്ലേ, ബിഹൈൻഡ് ദ മിറർ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ബിഹൈൻഡ് ദ മിറർ എന്ന രീതിയിൽ കിട്ടുന്നു, വിച്ച് ഇസ് എ ഹൈലി ഡിമിനിഷ്ഡ് ഓർ പോയിന്റ് സൈസ്ഡ് ഇമേജ്. ബിഹൈൻഡ് ദ മിറർ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ബൈ ദ ഇമാജിനറി ഇന്റർസെക്ഷൻ ഓഫ് ദ ലൈറ്റ് റേസ് ഓർ റിഫ്ലക്റ്റഡ് റേസ്. സോ വെർച്വൽ ഇമേജ് ആണ്, ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. ഓക്കെ, അപ്രൈറ്റ് ഇമേജസ് ആണ്. പിന്നെയോ പിന്നത്തെ പോസിബിലിറ്റി എന്താ, ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ ഓഫ് ദ മിറർ അല്ലെ, ഒരു ഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ ഇൻഫിനിറ്റിയുടെയും പോളിന്റെയും ഇടയിലുള്ള ഏതോ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, റാൻഡംലി ഒരു ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമേജ് കിട്ടുന്നത് ബിറ്റ്വീൻ പി ആൻഡ് എഫ്, ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും. ഓക്കെ, വിച്ച് ഈസ് അഗൈൻ എ ഡിമിനിഷ്ഡ് ഇമേജ്. പിന്നെന്താ, ബിഹൈൻഡ് ദ മിറർ ദാറ്റ് വിൽ ബി വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ കേസ് ഓഫ് എ കോൺവെക്സ് മിറർ. അപ്പോൾ നോക്കിക്കേ, കോൺവെക്സ് മിററിൽ നമുക്ക് എപ്പോഴും ഡിമിനിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള ഇമേജസ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഒരു എൻലാർജ്ഡ് ഇമേജ് കിട്ടാനുള്ള പോസിബിലിറ്റി നമുക്ക് കോൺവെക്സ് മിററിൽ ഇല്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം, അതൊക്കെ അനലൈസ് ചെയ്തിട്ടുണ്ടാവണം. ഫൈൻ. ഇനി യൂസസ് ഓഫ് കോൺവെക്സ് മിറർ എങ്ങനെയാണ് വരുന്നത്? സ്മോൾ ഇമേജസ് ആണ് നമ്മൾ ഫോം ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വി ക്യാൻ യൂസ് ഇറ്റ് ആസ് റെയർ വ്യൂ മിറേഴ്സ് അല്ലേ. നമ്മളുടെ കാറിലൊക്കെയുള്ള റെയർ വ്യൂ മിറേഴ്സ് അല്ലേ, ബാക്ക് സൈഡ് വ്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിറേഴ്സ്, അതൊക്കെയാണ് റെയർ വ്യൂ മിറേഴ്സ് എല്ലാം അതിന് എക്സാമ്പിൾ ആണ്. എന്തുകൊണ്ടാണ് റെയർ വ്യൂ മിറേഴ്സിൽ കോൺവെക്സ് മിറർ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്ത് പറയും? കാരണം വി ആർ ഗെറ്റിംഗ് സ്മോൾ ഇമേജസ് ഔട്ട് ഓഫ് എ കോൺവെക്സ് മിറർ, സോ വൈഡ് റേഞ്ച് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എന്താ, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് റിഫ്ലക്റ്റർ ഇൻ സ്ട്രീറ്റ് ലാംപ്സ്. പിന്നെ വിജിലൻസ് മിറേഴ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. വിജിലൻസ് മിറേഴ്സ് ആയിട്ട് നമ്മുടെ കർവിങ്സിലൊക്കെ, റോഡ് ഇങ്ങനെ വളയുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. നമ്മൾ ടേൺ ചെയ്ത് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ ഒരു മിറർ വെക്കാറുണ്ട്. എന്തിനാ, ആ വളഞ്ഞ് വരുന്നിടത്ത് അവിടുന്ന് വല്ല വണ്ടിയും വരുന്നുണ്ടോ എന്ന് അറിയാനൊക്കെ. ഓക്കെ, അതെന്തുകൊണ്ടാണ് നമ്മൾ കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നത്? എഗെയിൻ സ്മോളർ ആയിട്ടുള്ള ഇമേജസ് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വൈഡർ വ്യൂ കവർ ചെയ്യാം. ഫൈൻ. ഇനി വരുന്നത് മിറർ ഫോർമുല ആൻഡ് മാഗ്നിഫിക്കേഷൻ. സി, വാട്ട് ഈസ് മിറർ ഫോർമുല? Mirror formula is the relation between object distance, image distance and focal length of a mirror. Object distance notate ചെയ്യാനാണ് നമ്മൾ U use ചെയ്യുന്നത്. For image distance you have small letter V and focal length you have small letter F, and this is your mirror formula. 1 by V plus 1 by U equal to 1 by F, which is very important for your numericals. Okay, സോ ഇതെങ്ങനെ വന്നു എന്നുള്ളതൊന്നും നമുക്ക് പഠിക്കാനില്ല അല്ലേ, നമുക്ക് ഈ ഇക്വേഷനെ പഠിക്കാനുള്ളൂ. ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരുപാട് ന്യൂമറിക്കൽ പോസിബിലിറ്റീസ് ഉള്ളതാണ്. അതേപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടേം ആണ് മാഗ്നിഫിക്കേഷൻ. എന്താ മാഗ്നിഫിക്കേഷൻ? ടു വാട്ട് എക്സ്റ്റെൻഡ് ദ ഇമേജ് ഇസ് മാഗ്നിഫൈഡ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇമേജ് എത്രത്തോളം വലുതാണ് അല്ലെങ്കിൽ ചെറുതാണ്, അല്ലോ ഒബ്ജക്റ്റിൻ്റെ അതേ സൈസ് തന്നെയാണോ ഇമേജും കിട്ടിയിരിക്കണേ. ഇത് നമുക്ക് അറിയണമെങ്കിൽ വി ഷുഡ് നോ മാഗ്നിഫിക്കേഷൻ, ആൻഡ് ദെർബൈ വി ഹാവ് ഇക്വേഷൻസ് ഫോർ ദാറ്റ്. മാഗ്നിഫിക്കേഷൻ ഹൈറ്റിൻ്റെ ടേംസിൽ അല്ലെങ്കിൽ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇമേജ് ടേംസിൽ പറയുകയാണെങ്കിൽ യു ഹാവ് ദ ഇക്വേഷൻ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. Magnification in terms of object distance and image distance ആണെങ്കിൽ that is image distance by object distance. Hence we have this particular relation. Okay, ഇനി ഇവിടെ ന്യൂമറിക്കൽസ് വരുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഹൈറ്റ് ഓഫ് ദി ഇമേജ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് തന്നിട്ടുണ്ടാവും, മാഗ്നിഫിക്കേഷനും തന്നിട്ടുണ്ടാവും. ഹൈറ്റ് ഓഫ് ദി ഇമേജ് കാണാനായിരിക്കും പറയുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അതല്ല നമ്മളുടെ അടുത്ത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും തന്നിട്ട് മാഗ്നിഫിക്കേഷൻ കാണാൻ പറയാം. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ യൂസ് ചെയ്യാം. ഇനി ചിലപ്പോൾ തരുന്നത് എന്തായിരിക്കും, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും, ഓക്കെ, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഒബ്ജക്റ്റ് തന്നിട്ടുണ്ടാവും, ഹൈറ്റ് ഓഫ് ദി ഇമേജ് തന്നിട്ടുണ്ടാവും, എന്നിട്ട് നമ്മളോട് ഇമേജ് ഡിസ്റ്റൻസ് കാണാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യും, വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദിസ് റിലേഷൻ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഉണ്ടാവണം നിർബന്ധമില്ല അല്ലേ, കാരണം m is equal to this, m is equal to this, so we can say that these two equations are equal. So ആ രീതിയിലുള്ള ഇക്വേഷൻസും നമ്മൾക്ക് ഫോർമുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പല കോമ്പിനേഷൻസിൽ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റിലുള്ള ഇക്വേഷൻസിനെ വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. ന്യൂമറിക്കൽസിൽ അത് ആവശ്യമാണ്. ഓക്കെ, ഇനി റിഫ്രാക്ഷൻ എന്ന ഫിനോമിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫൈൻ. ഇനി നമ്മൾ സെക്കൻഡ് ഓപ്റ്റിക്കൽ ഫിനോമിനൻ ആയിട്ടുള്ള റിഫ്രാക്ഷനിലേക്ക് കയറുകയാണ്. സോ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ചാപ്റ്റർ ഇസ് അബൌട്ട് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു പെർട്ടിക്കുലർ മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ദ ലൈറ്റ് റേ ബെൻഡ്സ്, ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഈ ഫിനോമിനനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ബെൻഡിങ് സംഭവിക്കുന്നത്? ബിക്കോസ് ഓഫ് ദ ചേഞ്ച് ഇൻ സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലേ. ഒരു മീഡിയത്തിലുള്ള ലൈറ്റിന് സ്പീഡ് ആയിരിക്കില്ല മറ്റൊരു മീഡിയത്തിൽ ഉണ്ടാവുക, അതിനനുസരിച്ചിട്ടാണ് ആ ചേഞ്ച് സംഭവിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ട് ആ വ്യത്യാസം വരാം? ബിക്കോസ്
two medium are different in their optical density. Optically density കൂടുതലാണെങ്കിൽ we call it as a denser medium. Optically density കുറവാണെങ്കിൽ we call it as a optically rarer medium. ഓക്കെ, ഇനി അത് വെച്ച് നമ്മൾ പറയാറുണ്ട് അല്ലേ, ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഒരു റെയറർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് റേ വരുന്നതെങ്കിൽ എങ്ങനെയാണ് ബെൻഡിങ് ഉണ്ടാവുക? ഇവിടെയും നമ്മൾ നോർമൽ അനലൈസ് ചെയ്യും. യു ഹാവ് ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദിസ് ഇസ് യുവർ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഇനി ഇത് ബെൻഡ് ചെയ്യാണ്. ബെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാ? ഇങ്ങനെയായിരിക്കും ബെൻഡിങ് ഉണ്ടാവുക. Okay, thereby this is your angle of refraction and this is your angle of incidence. Okay, so this is the case. Any denser to rarer ആണ് bending എങ്കിൽ the bending will be away from normal. അത് ഓർക്കാനായിട്ട് DRAN എന്ന് പറയുന്ന ഒരു ന്യൂമോണിക് ഓർത്ത് വെച്ചാൽ മതി. denser to rarer, away from normal. Okay, അപ്പോൾ ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് വന്നാൽ the bending will be away from normal. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, റെയറിൽ നിന്ന് ഡെൻസറിലേക്കാണ് ഒരു ലൈറ്റ് റേ വരുന്നതെങ്കിലോ, ഇൻസിഡൻറ്റ് റേ ആണ് at the point of incidence. ഇത് ബെൻഡ് ചെയ്യുമ്പോൾ that will be bending towards normal. Okay, so ഈ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഫൈൻ. ഇനി ഈ റിഫ്രാക്ഷൻ ഫിനോമിന ഗവേൺ ചെയ്യുന്ന 2 ലോസ് ഉണ്ട്. ഫസ്റ്റ് തിങ് നമ്മൾക്ക് റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട് പറയാവുന്നത് തന്നെയാണ്. എന്താ? ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ അറ്റ് ദ interface of two transparent media at the point of incidence all lie in the same plane. Reflection lo angane thaneyarunnu. Incident ray, reflected ray and normal at the point of incidence all lie in the same plane. Second law avade endayirunnu? Angle I equal to angle R alle. Ivideyum angle of incidence and angle of refraction connect ചെയ്യുന്ന ഒരു relation ആണ് sine of the angle of incidence to sine of the angle of refraction. This ratio is a constant and that constant is termed to be refractive index. Okay, so ഈ ഒരു particular law ne we call it as Snell's law. ചിലപ്പോൾ state Snell's law എന്നും ചോദിക്കാം. Okay, so എന്താണത്? sin I by sin R is equal to a constant n which is termed to be the refractive index. Refractive index എന്താണെന്ന് അറിയണ്ടേ? Refractive index is a quantity that gives you an idea about the extent of bending of light in a given pair of media. Okay, എത്രത്തോളം ബെൻഡിങ് ഉണ്ട്, to what extent the bending of light happens. Okay, അതിൻ്റെ ഒരു മെഷർ ആണ് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തരുന്നത്. ഇനി ബൈ ഡെഫിനീഷൻ അല്ലാതെ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമുക്ക് അതർവൈസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഫസ്റ്റ് മീഡിയം ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ സെക്കൻഡ് മീഡിയം. ഓക്കെ, ഫസ്റ്റ് ഒരു മീഡിയത്തിൽ നിന്ന് സെക്കൻഡ് ഒരു മീഡിയത്തിലേക്ക്, സേ ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലേക്ക് അല്ലെങ്കിൽ വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ലൈറ്റ് റേ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ വാട്ടർ ഇസ് ദ ഫസ്റ്റ് മീഡിയം അല്ലേ? അപ്പോൾ വാട്ടറിൽ ലൈറ്റിന് ഒരു വെലോസിറ്റി ഉണ്ട്. സെക്കൻഡ് മീഡിയം ഇസ് ഗ്ലാസ്. ഗ്ലാസ്സിൽ ലൈറ്റിൻ്റെ വെലോസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. കാര്യം വാട്ടർ ഗ്ലാസ് എന്ന് എടുക്കുമ്പോൾ വാട്ടർ ഒരു റെയറർ മീഡിയവും ഗ്ലാസ് ഒരു ഡെൻസർ മീഡിയവുമായി അല്ലേ? അപ്പോൾ റെയറർ ടു ഡെൻസർ ആണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റിയിലെ ഡിഫറൻസ് ഉണ്ട്. സോ ആ 2 വെലോസിറ്റീസ് ആണ് V1 ആൻഡ് V2. ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫോർ ദാറ്റ് പെയർ ഓഫ് മീഡിയ. ഓക്കെ, ഇനി ഇവിടെ വരുന്ന ഒരു ടേം ആണ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ n is equal to C by V എന്നായി മാറുന്നു റിലേഷൻ. വൈ? ബിക്കോസ് ഹിയർ ദ ഫസ്റ്റ് മീഡിയം, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? C ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഓർ ഫ്രീ സ്പേസ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അതിനെ എയറിലും നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റ് C ആയി തന്നെ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ വാക്വം അല്ലെങ്കിൽ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എയർ എന്നുള്ള കേസ് വരെയും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എയറിലാണെങ്കിലും നമ്മൾക്ക് C എന്നുള്ള കേസ് നമ്മൾ എടുക്കാറുണ്ട്, സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒന്നാണ് ഫസ്റ്റ് മീഡിയം എങ്കിൽ ഓക്കെ എങ്കിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ ആണിത്. സെക്കൻഡ് മീഡിയം മറ്റേതെങ്കിലും ആവാം. എന്താണ്? വാട്ടറോ ഗ്ലാസോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ട്രാൻസ്പാരൻറ്റ് മീഡിയം ആവാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെലോസിറ്റി, അതിലുള്ള വെലോസിറ്റി ഓഫ് ലൈറ്റ് V ആണെങ്കിൽ then we have C by V. Okay, this ratio is termed to be absolute refractive index. ഓക്കെ, ഇത് എടുത്ത് ചോദിക്കാറുണ്ട്. ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ് എടുത്ത് ചോദിക്കാറുണ്ട്. അതറിയണം. അല്ലെങ്കിൽ ജനറലി നമ്മൾ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് പറയുന്നത്. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വൺ മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ സെക്കൻഡ് മീഡിയം. ഓക്കെ, ഇനി റിഫ്രാക്ഷൻ എന്ന ഫിനോമിനൻ നമുക്ക് നോക്കാം. ഒരു ഗ്ലാസ് സ്ലാബ് വെച്ചിട്ടുണ്ട്. ഫൈൻ. ഇനി എന്താ? ദ റെഡ് ലൈറ്റ് ഇസ് ഗിവിംഗ് യു ദ ഇൻസിഡന്റ് ലൈറ്റ് ഇസ് ദേർ ആൻഡ് ദാറ്റ് ഇസ് ബീൻ falling at this point which is your point of incidence. അവിടെ നമ്മളൊരു നോർമൽ വരച്ചു. ആൻഡ് ഹിയർ യു ഹാവ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാർക്ക്ഡ്. ഓക്കെ, ഇനി
ഇത് എയർ ആണ് ഈ മീഡിയം എന്ന് പറഞ്ഞിരിക്കുന്നു. സെക്കൻഡ് മീഡിയം ഇസ് കൺസിഡർഡ് ടു ബി ഗ്ലാസ്. സോ വി നോ ദാറ്റ് എയർ ഇസ് ഒപ്റ്റിക്കലി റെയറർ കമ്പയറിംഗ് ടു ഗ്ലാസ്. സോ റെയറർ ടു ഡെൻസർ എന്ന രീതിയിലാണ് ബെൻഡിങ് നടക്കുന്നത്. സോ എങ്ങനെ ആയിരിക്കണം ബെൻഡിങ്? ഇറ്റ് വിൽ ബി ടുവേർഡ്സ് നോർമൽ. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ടുവേർഡ്സ് നോർമൽ ആണ് ബെൻഡിങ് നടക്കുന്നത്. ഓക്കെ, ഈ ഡോട്ടഡ് ലൈൻ എന്താ കാണിക്കുന്നത്? ബെൻഡിങ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇത് പോകേണ്ട പാത്താണ് ഈ ഡോട്ടഡ് ലൈൻ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബെൻഡിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ ബെൻഡിങ് നടന്നത് കൊണ്ട് തന്നെ വിച്ച് ഇസ് ടുവേർഡ്സ് നോർമൽ. സോ യു ഹാവ് ദ ബെൻഡഡ് റേ ലൈക്ക് ദിസ് വിച്ച് ഇസ് യുവർ റിഫ്രാക്റ്റഡ് റേ. Okay, and here you have the angle of refraction marked, which is the angle made by the refracted ray with the normal. Okay, ഇനി ഈ റിഫ്രാക്റ്റഡ് റേ ആണ് ഈ ഫേസിനെ സംബന്ധിച്ചിടത്തോളം, SR എന്ന ഫേസിനെ സംബന്ധിച്ചിടത്തോളം ഇൻസിഡന്റ് റേ. സോ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ ഡെൻസർ മീഡിയം, കാര്യം ഗ്ലാസ് ഇസ് എ ഡെൻസർ മീഡിയം, അവിടെ നിന്ന് എയറിലേക്കാണ് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നത്. സോ ഡെൻസർ ടു റെയറർ ട്രാവൽ ചെയ്യുമ്പോൾ ഡെൻസർ ടു റെയറർ എവേ ഫ്രം നോർമൽ ആണ്. Okay, so it is bending away from normal. It is emerging. Kando, this is your emergent ray, and that is emerging. Anganeyana appo bending? It is away from the normal, and here you have the angle of emergence. Okay. Now, ivide nammal kannunna mattoru terminology aanu lateral shift. What does that mean? Nammalde emergent ray. Idana ipo emerge cheyidirikkunna ray. Idendana bending onnu illarunengil povendirunna ray. പാത്താണ് അല്ലേ? അപ്പം ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദിസ് പാരലൽ ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാറ്ററൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ആസ്പെക്റ്റിൽ, പ്രത്യേകിച്ച് ആ ലാറ്ററൽ ഷിഫ്റ്റ്, ആംഗിൾ ഓഫ് എമർജൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. ഓക്കെ, പിന്നെ അവിടെ എന്താ ഇങ്ങനെയുള്ള ചിലപ്പോൾ നിങ്ങളടുത്ത് ആ പാത്ത് വരയ്ക്കാനായിട്ട് പറയും. അപ്പോൾ ശ്രദ്ധിക്കണം, ഏത് മീഡിയത്തിൽ നിന്ന് ഏത് മീഡിയത്തിലേക്കാണ് വരണേ, അപ്പോൾ ബെൻഡിങ് എവേ ഫ്രം നോർമൽ ആണോ ടുവേർഡ്സ് നോർമൽ ആണോ, ഈ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഈ റിഫ്രാക്ഷനെ കുറിച്ച് പറയുമ്പോൾ അറിയേണ്ട ഒരു ഇതാണ് എന്ത്? ലെൻസ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് എ മീഡിയം, എ ട്രാൻസ്പാരൻറ്റ് മീഡിയം. ഇറ്റ് ഹാസ് 2 സർഫസസ് അല്ലേ? 2 സർഫസസ് ഉണ്ടാവാം. അതിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടും തന്നെയോ സ്പെറിക്കൽ സർഫസസ് ആവാം. ഒരു പ്ലെയിൻ സർഫസും ഒരു കോൺവെക്സ് സർഫസും വരാം. പ്ലെയിനോ കോൺവെക്സ് ഉണ്ട് അല്ലേ? പ്ലെയിനും കോൺകേവും കൂടെ വരാം, പ്ലെയിനോ കോൺകേവ്. ഓക്കെ, അല്ലെങ്കിൽ 2 കോൺവെക്സ് വരാം, ബൈ കോൺവെക്സ്. 2 കോൺകേവ് വരാം, ബൈ കോൺകേവ്. അങ്ങനെ പല പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 1 or both സർഫസസ് ആർ സ്പെറിക്കൽ. ഓക്കെ, എല്ലാം പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. ഇനി ഇവിടെ നമുക്ക് 2 ടൈപ്സ് ഓഫ് ലെൻസസ് ഉണ്ട് ഡിസ്കസ് ചെയ്യാൻ. ദാറ്റ് ഈസ് ദ കൺവേർജിങ് ലെൻസ് ആൻഡ് ദ ഡൈവേർജിങ് ലെൻസ്. ഓക്കെ, കൺവേർജിങ് ലെൻസ് എന്ന് പറയുന്നത് എന്തിനാ? കോൺവെക്സ് ലെൻസിനെയാണ്. ഡൈവേർജിങ് ലെൻസ് എന്ന് പറയുന്നത് എന്തിനാ? കോൺകേവ് ലെൻസിനെയാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു കൺവേർജിങ് മിറർ, ദാറ്റ് വാസ് കോൺകേവ് മിറർ. ഡൈവേർജിങ് മിറർ എന്ന് പറയുന്നത് കോൺവെക്സ് മിറർ ആയിരുന്നു. ഓക്കെ, ഇവിടെ കൺവേർജിങ് ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സും ഡൈവേർജിങ് ലെൻസ് എന്ന് പറയുന്നത് കോൺകേവുമാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഓർത്ത് വെക്കുക. ഫൈൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ കൺവേർജിങ് ലെൻസ് എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അത് കോൺവെക്സ് ലെൻസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ക്ലിയർ? ഇനി ലെൻസിനെ റിലേറ്റ് ചെയ്തും നമുക്ക് ചില ടെർമിനോളജീസ് അറിയണം അല്ലേ? ചില ടെർമിനോളജീസ് ഒക്കെ കോമൺ ആണ്. ഒന്നാമത്തെ കാര്യം ഒപ്റ്റിക്കൽ സെൻറ്റർ ആണ്. നമ്മുടെ മിററിൻ്റെ മിഡ് പോർഷൻ അല്ലെങ്കിൽ മിഡ് പോയിന്റിനെ നമ്മൾ പോൾ എന്ന് വിളിച്ചു അല്ലേ? അതേപോലെ തന്നെ ഒരു ലെൻസിൻ്റെ മിഡിലാണ് നമ്മുടെ ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ എന്താ? സെൻറ്റർ ഓഫ് കർവേച്ചർ. ഒരു ലെൻസിന് നമ്മളിവിടെ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 2 സ്പെറിക്കൽ സർഫസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സർഫസിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു സ്ഫിയറും രണ്ടാമത്തെ സർഫസിന് കറസ്പോണ്ടിങ് ആയൊരു സ്ഫിയറും ഉണ്ടാവും. അപ്പോൾ a lens will have 2 center of curvature, C1 and C2 എന്നാണ് നമ്മൾ പറയുക. C എന്ന് പറയുന്നതിന് പകരം ചിലപ്പോഴൊക്കെ അതിനെ 2F1 2F2 എന്ന് മാർക്ക് ചെയ്യാറുണ്ട് അല്ലേ? ബിക്കോസ് ഡബിൾ ദ ഫോക്കൽ ലെങ്ത് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. സോ അങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാറുണ്ട്. ആൻഡ് ഹിയർ യു ഹാവ് 2 ഫോക്കൈ, isn't it? സോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. C1 C2 F1 F2 അല്ലെങ്കിൽ 2F1 F1 2F2 F2 ഈ കാര്യം മാർക്ക് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്? സെൻറ്റർ ഓഫ് കർവേച്ചർ പറഞ്ഞു. അതുവഴി റേഡിയ ഓഫ് കർവേച്ചർ നമുക്ക് പറയാൻ പറ്റും. റേഡിയ ഓഫ് കർവേച്ചർ ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒപ്റ്റിക് സെൻറ്റർ ആൻഡ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. മിററിൽ നമ്മൾ എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യുന്ന പോളിൽ നിന്നാണെങ്കിൽ ഇവിടെ എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യുന്നത് ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നാണ്. From optic center to center of curvature is your radius of curvature. From optic center to focus is your focal length.
Okay, പിന്നെയോ principal axis നമുക്കറിയാം, it is the imaginary line that is passing through centers of curvature and optic center. Okay, പിന്നെയോ focus and focal length ഞാൻ പറഞ്ഞു കഴിഞ്ഞു. Focus എന്താണെന്ന് നമുക്കറിയാം. Focal length is also considered and aperture എത്രത്തോളമാണ് ഓപ്പണിംഗ് ഉള്ളത് അല്ലെ, എത്രത്തോളം ലൈറ്റ് ഗാദറിംഗ് ഉണ്ടെന്നുള്ളത്. ഇനി സൈൻ കൺവെൻഷൻ ഇവിടെയും ശ്രദ്ധിക്കണം. ഓക്കെ, ജനറലി പറയുന്ന റൂൾസ് ഒക്കെ സെയിം തന്നെയാണ്. ഒബ്ജക്റ്റ് ഇസ് പ്ലേസ് ടു ദ ലെഫ്റ്റ്. പിന്നെയോ ഡിറക്ഷൻ ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഓൾ ദ ഡിസ്റ്റൻസസ് ഫ്രം ദ ഒപ്റ്റിക് സെന്റർ ടുവേർഡ്സ് ലെഫ്റ്റ് ഇസ് നെഗറ്റീവ്. ഓക്കെ, ഫ്രം ഇതാണ് ഒപ്റ്റിക് സെന്റർ എങ്കിൽ ഒപ്റ്റിക് സെന്ററിൽ ടുവേർഡ്സ് ലെഫ്റ്റ് എല്ലാം നെഗറ്റീവ് ആണ്, ബിക്കോസ് ഇൻസിഡന്റ് ലൈറ്റിന് ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണ്. ടുവേർഡ്സ് ലെഫ്റ്റ് എല്ലാം പോസിറ്റീവ് ആണ്. Above the principal axis is positive and below the principal axis is negative. Okay, ഈ കാര്യങ്ങളെല്ലാം കോമൺ ആണ്. But when it comes to convex lens and concave lens, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. You have convex lens and concave lens അല്ലേ. ഫസ്റ്റ് വൺ നമുക്ക് എന്താ നോക്കണ്ടേ, ഒബ്ജക്ട് ഡിസ്റ്റൻസ് നോക്കണം അല്ലേ. ഒബ്ജക്ട് ഇസ് ഓൾവേസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ അല്ലെങ്കിൽ ടു ദ ലെഫ്റ്റ് ആണ്. അതുകൊണ്ട് യു വിൽ ബി ഓൾവേസ് നെഗറ്റീവ്. അത് ഏത് മിറർ ആണെന്നോ ഏത് ലെൻസ് ആണെന്നോ നോക്കണ്ട. ഓക്കെ, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ് ഏതെടുത്താലും യു വിൽ ബി നെഗറ്റീവ്. വൈ? ദ സൈൻ കൺവെൻഷൻ സേസ് ദാറ്റ് ഒബ്ജക്ട് ഇസ് ഓൾവേസ് പ്ലേസ്ഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ മിറർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് യു നെഗറ്റീവായി. ഇനി സെക്കൻഡ് കേസ് എന്താണ് പറയുന്നത്, നമ്മൾക്ക് റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത്തും ഒക്കെ ഒന്ന് നോക്കിയാൽ എങ്ങനെ വരും. കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഇമേജ് ഫോം ചെയ്യുന്നത് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ലെൻസ് ആണ് അല്ലേ. അപ്പോൾ എന്താ സംഭവം, ശരിക്കും ആക്ച്വൽ ഇന്റർസെക്ഷൻ ഓഫ് റിഫ്ലക്റ്റഡ് റേസ് നടക്കുന്നത് ആ സമയത്താണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് അങ്ങോട്ടേക്കാണ് മെഷർമെന്റ് വരുന്നത്, റൈറ്റ്. സോ ദ മെഷർമെന്റ് ഇപ്പോൾ ലെൻസ് ഇങ്ങനെയാണെങ്കിൽ ബൈ ദ ആക്ച്വൽ ഇന്റർസെക്ഷൻ എങ്ങനെയാ, ഇവിടെയാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് റേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ദേ ഇങ്ങനെ ഒരു ഇമേജ് ഫോർമേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുക, വിച്ച് ഇസ് ഓൺ ദ അതർ സൈഡ്. ഓക്കെ, അപ്പോൾ അതെന്താ, ഒപ്റ്റിക് സെന്ററിൽ നിന്ന് റൈറ്റിലേക്കാണ് ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ആൻഡ് ദാറ്റ് ഇസ് ബൈ ദ ആക്ച്വൽ ഇന്റർസെക്ഷൻ ഓഫ് ദ ലൈറ്റ് റേസ്. സോ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് എങ്ങനെയാ, ഇമേജ് ഫോംഡ് വിൽ ബി എ ഇൻവേർട്ടഡ് ഇമേജ്. ഓക്കെ, ബൈ ദ ആക്ച്വൽ ഇന്റർസെക്ഷൻ. അപ്പോൾ റിയൽ ഇൻവേർട്ടഡ് ഇമേജസ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം നേരെ മറിച്ച് മിററിന്റെ കേസിലാണെങ്കിൽ സെയിം സൈഡിൽ തന്നെ ഫോം ചെയ്യുമ്പോഴാണ് റിയൽ ഇൻവേർട്ടഡ് ആവുന്നത്, കാര്യം ആക്ച്വൽ ഇന്റർസെക്ഷൻ വരുന്നത്. ഇവിടെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോഴാണ് റിയൽ ഇമേജസ് കിട്ടുന്നത്. ഓക്കെ, അത് നമ്മൾ റിയൽ ഇമേജും വെർച്വൽ ഇമേജും ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഫൈൻ, അപ്പോൾ അപ്പുറത്തെ സൈഡിലാണ് ഇമേജസ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് എന്ത് തരം ഇമേജ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, അവിടെയാണെങ്കിൽ എല്ലാം പോസിറ്റീവ് ആണ്. സോ ഇവിടെ നമ്മൾ ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എടുക്കുമ്പോൾ അതെല്ലാം പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. നേരെ മറിച്ച് കോൺകേവ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളത് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്, ഈ സൈഡിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് നോക്കാം. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്താ, ഒബ്ജക്റ്റ് എപ്പോഴും നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിൽ തന്നെ വെക്കുന്നത്, അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ ഒബ്ജക്റ്റിൻ്റെ കേസിൽ രണ്ട് കാര്യങ്ങൾ ഷുവറാണ് അല്ലേ. Object distance will always be negative. Height of the object will always be positive. അത് മിറർ ആയാലും ലെൻസ് ആയാലും അത് ഓർമ്മ വേണം. ഇനി നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് ഒന്ന് നോക്കാം. ഇമേജ് ഡിസ്റ്റൻസ് എങ്ങനെയാ വരിക, ഇവിടെ കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഒന്നുമില്ലെങ്കിൽ റിയൽ ഇമേജ് ഫോം ചെയ്യാം, അതർവൈസ് വിൽ ഹാവ് എ വെർച്വൽ ഇമേജ്. ഓക്കെ, സോ റിയൽ ഇമേജ് ആണെങ്കിൽ സിൻസ് ഇറ്റ് ഇസ് ഫോമിംഗ് ഓൺ ദ അതർ സൈഡ് ദാറ്റ് വിൽ ബി പോസിറ്റീവ്. വെർച്വൽ ഇമേജ് ആണെങ്കിൽ ബൈ ദ ഇമാജിനറി ഇന്റർസെക്ഷൻ ഓഫ് റിഫ്ലക്റ്റഡ് റേസ് ആണ്, ദാറ്റ് ഇസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്, സോ ഇറ്റ് വിൽ ബി നെഗറ്റീവ്. പിന്നെ ഇവിടെയാണെങ്കിലോ we know that for a concave lens we are only receiving virtual images, right? Hence that will be negative. Virtual images ആണ് എപ്പോഴും, അതുകൊണ്ട് തന്നെ that will be negative. Now coming to the height of the image. എങ്ങനെ വരിക, height of the image എന്ന് പറയുമ്പോൾ റിയൽ ആണെങ്കിൽ that will be inverted images, right? Real inverted എന്നാണ് നമ്മൾ പറയുക. So it will be negative, we know that. And if the image is erect, that will be positive. And here for a concave lens, virtual images are, that will be erect images as well. So you can see it is positive. Okay, so this is about the sign convention. ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് സൈൻ എല്ലാം ഓർത്തു വയ്ക്കാം. ഓക്കെ,
Now, ray diagram showing image formation by lens. Ray diagrams, as I told you, mirror ayalum, lens ayalum, ray diagrams has got very much importance in this chapter. Okay, അപ്പോൾ ray diagrams വരയ്ക്കാൻ നമ്മൾ ഏതൊക്കെ rays ആണ് ലെൻസിൽ യൂസ് ചെയ്യുക? ഒന്ന് സിമിലർ ആസ്പെക്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പാത്ത് ഒക്കെ ചെറുതായി മാറുന്നേ ഉള്ളൂ. ഫസ്റ്റ് റേയിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത് നോക്കിയേ, നമ്മൾ മിററിൽ കൺസിഡർ ചെയ്യുന്ന അതേപോലത്തെ തന്നെ റേസ് ആണ്. ഫസ്റ്റ് വൺ എന്താ? വിച്ച് ഈസ് റേ ഓഫ് ലൈറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ പ്രിൻസിപ്പൽ ഫോക്കസ്. ഫോർ കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസിനാണെങ്കിലോ റേ അപ്പിയർ ടു ഡൈവേഴ്സ് ഫ്രം ദ പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ, ആൻഡ് എന്താ സംഭവിക്കുന്നത്? വിച്ച് ഇസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ലെൻസ്. ക്ലിയർ? നൗ സെക്കൻഡ് റേ എങ്ങനെയാ നോക്കിയേ? സെക്കൻഡ് റേ പാസിംഗ് ത്രൂ ഫോക്കസ് and after refraction will emerge parallel to the principal axis in the case of convex lens. Concave lens lanengil ray of light appearing to meet at the focus of a concave lens and after refraction will emerge parallel to the principal axis. Okay, moonamathe ray endana? Parallel to or passing through the optic center and will emerge without any deviation after refraction. Other convex lens lanengilum concave lens lanengilum ഒരുപോലെ. ഈ മൂന്ന് rays ആണ് കൺസിഡർ ചെയ്യുന്നത്. മിററിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ഒരു റേയും കൂടി ഉണ്ടായിരുന്നു. എന്താ? ഫോളിംഗ് ഒബ്ലിക്ലി ടു ദ പോൾ ആൻഡ് റിഫ്ലക്റ്റിംഗ് ബാക്ക് വിത്ത് ദ സെയിം ആംഗിൾ. ആ ഒരു കേസ് നമ്മൾ ഇവിടെ എടുക്കുന്നില്ല. ബാക്കി മൂന്നും പാത്ത് ഏകദേശം ഒരുപോലെയാണ്, പക്ഷേ സൈഡൊക്കെ മാറും ലെൻസസ് ആയതുകൊണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലും കമ്പയർ ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി. ഫൈൻ. ഇനി ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് ലെൻസ് എടുത്താൽ, കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷന്റെ രീതിയും കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷന്റെ രീതിയും ഏകദേശം ഒരുപോലെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കാം. ഇവിടെയും കോൺവെക്സ് ലെൻസ് ആവുമ്പോൾ നമുക്ക് 6 പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്ന്, അറ്റ് ഇൻഫിനിറ്റി ആണ് ഒബ്ജക്റ്റ് എങ്കിൽ ഇമേജ് ഇസ് അറ്റ് ഫോക്കസ്, ബട്ട് സെക്കൻഡ് ഫോക്കസിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഓൺ ദ അതർ സൈഡ്, വൈ? വി ആർ ഗെറ്റിംഗ് എ പോയിന്റ് സൈസ്ഡ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് വിച്ച് ഇസ് ബൈ ദി ആക്ച്വൽ ഇന്റർസെക്ഷൻ ഓഫ് ദ റേസ്. നമ്മൾ നേരത്തെ കണ്ട പോലെ. പിന്നെയോ ബിയോണ്ട് 2f1 ആണ് പൊസിഷൻ എങ്കിൽ, അതായത് ബിയോണ്ട് സി എന്ന് പറയുന്നതിന് തുല്യമാണ് ബിയോണ്ട് 2f1 എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ബിയോണ്ട് C1 ആണത്. അപ്പോൾ ഇമേജ് ഇസ് ഫോം ബിറ്റ്വീൻ F2 ആൻഡ് 2f2, ബിറ്റ്വീൻ C ആൻഡ് F പറയുന്നത് പോലെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഓൺ ദ അതർ സൈഡ് ആണ് ബിറ്റ്വീൻ F2 ആൻഡ് 2f2 വിച്ച് ഇസ് എ ഡിമിനിഷ്ഡ് ആൻഡ് റിയൽ ഇൻവേർട്ടഡ് ഇമേജ്. ഫൈൻ. ഇനി നെക്സ്റ്റ് വൺ എന്താ? അറ്റ് C എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ എന്താ? അറ്റ് 2f1 ആണ് ഒബ്ജക്റ്റ് എങ്കിൽ അറ്റ് 2f2 ആണ് ഇമേജ്. അറ്റ് C എന്നാണ് നേരത്തെ മിററിന്റെ കേസിൽ വരുന്നത് അല്ലേ. അപ്പോൾ ഇതേപോലെ at C1 and at C2 is your image. Okay, and that will be same size, real and inverted. Characteristic same തന്നെയാണ്. പിന്നെയോ between F1 and 2f1 ആണ് ഒബ്ജക്റ്റ് എങ്കിൽ between F and C എന്ന് പറയുന്നതിന് തുല്യമാണ്. പിന്നെ അവിടെയാണെങ്കിൽ എപ്പോഴെന്താ? ബിയോണ്ട് C ആണ് നമുക്ക് ഇമേജ് കിട്ടിയത് അല്ലേ. ഇവിടെയോ ബിയോണ്ട് 2f2 പറയണം. ഓക്കെ, ഇമേജസ് എല്ലാം ടു ദ അതർ സൈഡ് ആണ് നമുക്ക് റിയൽ ഇൻവേർട്ടഡ് ഇമേജസ് എല്ലാം കിട്ടുന്നത്. ആൻഡ് ബിറ്റ്വീൻ F1 ആൻഡ് 2f1 വെക്കുമ്പോൾ ഇമേജ് ഇസ് എ എൻലാർജ്ഡ് ഇമേജ്. ഓക്കെ, ഇനി അറ്റ് ഫോക്കസ് അറ്റ് F1 ഒബ്ജക്റ്റ് എങ്കിൽ ഇമേജ് ഇസ് അറ്റ് ഇൻഫിനിറ്റി വിച്ച് ഇസ് ഇൻഫിനിറ്റ്ലി ലാർജ് ആൻഡ് ദർബൈ ഇറ്റ് ഈസ് ആൻഡ് ഒബ്വിയസ്ലി ഇറ്റ് ഇസ് എ റിയൽ ഇൻവേർട്ടഡ് ഇമേജ്. പിന്നെയോ ബിറ്റ്വീൻ F1 ആൻഡ് ഒപ്റ്റിക് സെന്റർ ആണെങ്കിൽ, ബിറ്റ്വീൻ F and P എന്ന് പറഞ്ഞാൽ നമ്മൾ മിററിൽ കോൺകേവ് മിററിൽ എടുക്കുന്നതിന് പോലെ തന്നെ ഇവിടെ ബിറ്റ്വീൻ F1 ആൻഡ് ഒപ്റ്റിക് സെന്റർ ആണെങ്കിൽ സെയിം സൈഡിൽ നമുക്ക് ഇമേജ് കിട്ടും. അവിടെ ബിഹൈൻഡ് ദ മിററാണ് കിട്ടുന്നത് അല്ലേ. ഇവിടെ സെയിം സൈഡിലാണ് കിട്ടുക. അങ്ങനെ സെയിം സൈഡിൽ കിട്ടുമ്പോഴാണ് വി ആർ ഗെറ്റിംഗ് എ വെർച്വൽ ഇറക്റ്റ് ഇമേജ് ഹിയർ. ദാറ്റ് ഈസ് ബൈ ദി ഇമാജിനറി ഇന്റർസെക്ഷൻ ഓഫ് ദ റേസ് ആൻഡ് വിച്ച് ഇസ് എ എൻലാർജ്ഡ് ഇമേജ്. ഓക്കെ, സോ ഇത് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുക. ക്ലിയർ? ഇനി കോൺവെക്സ് ലെൻസിന്റെ യൂസസ് എന്തൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ, ടു കറക്റ്റ് ഫാർ സൈറ്റഡ്നെസ്. ഫാർ സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് സൈഡ്, ദൂരെയുള്ളത് കാണാം, അടുത്തുള്ളത് കാണാനാണ് ബുദ്ധിമുട്ട്. ഓക്കെ, സോ അതാണ് ഫാർ സൈറ്റഡ്നെസ് എന്ന് പറയുന്നത്. ഇനി അത് കറക്റ്റ് ചെയ്യാനായി നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെക്സ് ലെൻസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. സെക്കൻഡ് വൺ ഇസ് യൂസ്ഡ് ഇൻ ക്യാമറാസ്. Obviously, we require a lens in the camera, that is convex lens, and used in microscopes, used in magnifying glass. So, magnifying glass എന്ന് പറയുമ്പോൾ തന്നെ അവിടെ convex lens ആണ് അല്ലേ. So, that and all are uses of convex lens. Clear? നമുക്ക് എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്? കോൺകേവ് മിററിലെ പോലെ തന്നെ മാഗ്നിഫൈങ് ഗ്ലാസ് എന്താ? എൻലാർജ്ഡ് ഇമേജ് കിട്ടും. കോൺകേവ് മിററിൽ ഷേവിംഗ് മിററിലൊക്കെ യൂസ് ചെയ്ത് എന്തിനാ? എൻലാർജ്ഡ് ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ കോൺവെക്സ് ലെൻസിനും എൻലാർജ്ഡ് ഇമേജസ് തരാൻ പറ്റും. സോ മാഗ്നിഫൈങ് ഗ്ലാസ്സിൽ യൂസ് ചെയ്യാം, മൈക്രോസ്കോപ്പിൽ മൈക്രോ ഓർഗാനിസംസിനെ എൻലാർജ് ചെയ്ത് കാണാം. റൈറ്റ്? സോ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ആലോചിച്ച് നോക്കുക. ഓക്കെ, നൗ കമ്മിങ് ടു ദ ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് ലെൻസ്.
കോൺകേവ് ലെൻസ് നമ്മുടെ കോൺവെക്സ് മിററുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നുകിൽ ഒബ്ജക്റ്റ് ഇസ് അറ്റ് ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഇസ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ഒപ്റ്റിക് സെന്റർ. ഓക്കെ, ഇമേജിന്റെ പൊസിഷൻ എങ്ങനെ വരും? ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഫോക്കസിലാണ് ഇമേജ് വരിക, വിച്ച് ഇസ് എ പോയിന്റ് സൈസ്ഡ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ്. ഇമാജിനറി ഇന്റർസെക്ഷൻ വഴിയാണ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദി ഇമേജ് ആണ് ഒബ്ജക്റ്റ് ആണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. ഇനി ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ഒപ്റ്റിക് സെന്റർ ആണെങ്കിലോ ദ ഇമേജ് ഇസ് ഫോംഡ് ബിറ്റ്വീൻ F1 ആൻഡ് ഒപ്റ്റിക് സെന്റർ. സോ സെയിം സൈഡ് തന്നെയാണ്, F1 ആൻഡ് ഒപ്റ്റിക് സെന്റർ ആണ്. സോ ദാറ്റ് ഇസ് എ ഡിമിനിഷ്ഡ് ഇമേജ് വിച്ച് ഇസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. സോ കോൺകേവ് ലെൻസിൽ കോൺവെക്സ് മിററിലെ പോലെ തന്നെ വെർച്വൽ ഇമേജസ് ആണ് കിട്ടുന്നത്, സ്മോൾ ഇമേജസ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം അതിന് യൂസസ് എന്തൊക്കെയായിരിക്കും? യൂസ്ഡ് ഇൻ പീപ്പ് ഹോൾസ്. ആ പീപ്പ് ഹോളിലൂടെ നമുക്ക് ആ വ്യക്തിയെ കാണാൻ സാധിക്കുന്നു അല്ലേ? പീപ്പ് ഹോൾസ് എന്താ നമ്മൾ ഡോറിലൊക്കെ യൂസ് ചെയ്യാറില്ലേ? ഇപ്പോൾ ഫ്ലാറ്റിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിലൊക്കെ ഡോറിൽ ഒരു പീപ്പ് ഹോൾ ഉണ്ടാവും, അതിലൂടെ നോക്കിയാൽ നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആരാന്ന് അറിയാൻ പറ്റും അല്ലേ? സോ വി ആർ മേക്കിംഗ് യൂസ് ഓഫ് കോൺകേവ് ലെൻസ്. യൂസ്ഡ് ഇൻ ക്യാമറാസ്, ഫ്ലാഷ് ലൈറ്റ്സ് ടു കറക്റ്റ് നിയർ സൈറ്റഡ്നെസ്, മയോപ്പിയ അതായത് ഷോർട്ട് സൈറ്റ്. ഓക്കെ, അത് കറക്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ഷോർട്ട് സൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് ദൂരെയുള്ളത് കാണാൻ വയ്യ. ഓക്കെ, അതിനു വേണ്ടി വി ക്യാൻ മേക്ക് യൂസ് ഓഫ് കോൺകേവ് ലെൻസ്. ക്ലിയർ? സോ ദീസ് ആർ ദ യൂസസ് ഓഫ് കോൺകേവ് ലെൻസ്. ഇനി മിററിലെ പോലെ തന്നെ ലെൻസിനും ഉണ്ട് ഒരു ഫോർമുല. മിറർ ഫോർമുല പോലെ വി ഹാവ് എ ലെൻസ് ഫോർമുല. ആകെയുള്ള ഡിഫറൻസ് എന്താ? മിറർ ഫോർമുല വാസ് 1/v പ്ലസ് 1/u ഈക്വൽ ടു 1/f അല്ലേ? ഇവിടെ പ്ലസിന്റെ സ്ഥാനത്ത് മൈനസ് ആണെന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് യുവർ ലെൻസ് ഫോർമുല. പുതുതായിട്ടൊരു ഫോർമുല ഒന്നും പഠിക്കാനില്ല, സൈൻ മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, v, u and f have the same notations itself. V is image distance, u is object distance and f is the focal length. Any magnification endana? To what extent the image is magnified with respect to the object adana therunathu alle. So same equation aayirikkum height of the image by height of the object allengil image distance by object distance. ഓക്കെ, നമ്മൾ അവിടെ യൂസ് ചെയ്ത പോലെ തന്നെ ഒന്നുമില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് റിലേഷൻ യൂസ് ചെയ്യാം. അതർവൈസ് വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദിസ് റിലേഷൻ or else we can make use of this relation. Okay, so that depends upon the numericals that is giving you. Okay, ini nammal nokkunna endana? Power of lens, which is the last topic of the chapter. Power of lens ennu parayunna endha tharunathu? That is giving you the degree of convergence or divergence that is expressed in power of lens. Okay, appo degree of divergence or convergence of the rays in the lens that is being expressed in terms of power. So power ennu parayunnathu namukku parayam, it is defined as the reciprocal of focal length, that is P is equal to 1/f, which express the degree of convergence or divergence. Okay, so idana power of lens ennu parayumbo, as I told you, it is a reciprocal of focal length. Okay, appo idu vechum numericals vararundu. Ini SI unit of power ennu parayunnathu diopter aanu. Okay, and we make use of capital D to represent it. And നമ്മൾ പവറിനെ ഡയോപ്റ്ററിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഫോക്കൽ ലെങ്ത് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ മീറ്റേഴ്സ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതായത് 1 ഡയോപ്റ്റർ ഇസ് ഈക്വൽ ടു 1 മീറ്റർ ഇൻവേഴ്സ് എന്ന് പറയാം. 1/മീറ്റർ അല്ലേ, അപ്പം മീറ്റർ ഇൻവേഴ്സ് എന്ന് പറയാം. ഓക്കെ, സോ ഫോക്കൽ ലെങ്ത്തിനെ മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുമ്പോഴേ നമുക്ക് പവറിനെ ഡയോപ്റ്ററിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഫോക്കൽ ലെങ്ത് സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ എന്നിട്ട് നിങ്ങളോട് പവർ കാണാൻ പറഞ്ഞാൽ ഡോണ്ട് ജസ്റ്റ് റൈറ്റ് ദ റെസിപ്രോക്കൽ വാല്യൂ. അതിനെ ആദ്യം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് റെസിപ്രോക്കൽ എടുക്കുക. ദ യു ഹാവ് ദ പവർ ഇൻ ഡയോപ്റ്റേഴ്സ്. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് നമ്മൾ ഇതുവരെയുള്ള പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുള്ള ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് ആണിത്. നമുക്ക് ഇതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടും അല്ലേ? എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? Explain why a ray of light passing through the center of curvature of a concave mirror gets deflected along the same path. Yes, concave mirror like നമ്മൾ കണ്ടു, center of curvature ലൂടെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ it is reflected back along the same path. It retraces its path എന്ന് കണ്ടു അല്ലേ? എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? That is because ray passing through the center of curvature is incident normally to the surface. So here what happens is incident ray coincides with the normal. Okay, appo we can see that angle of incidence is equal to 0. They are coinciding. Appo angle of incidence equal to 0 എന്ന് വരും. Angle of incidence equal to 0 എന്ന് വന്നു കഴിഞ്ഞാൽ we know that according to the law of reflection, angle of incidence is equal to angle of reflection അല്ലേ? അപ്പോൾ എന്താ? angle R is also equal to 0. Okay, so angle I equal to 0 and angle R equal to 0. So retrace ചെയ്യാൻ വേറെ വഴിയുണ്ടോ? Okay, so this is what was happening. Clear? Any second question നോക്കാം.
At what distance should an object be placed from a convex lens of focal length 18 cm to obtain an image at 24 cm from it on the other side? What will be the magnification produced in this case? See, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു കോൺവെക്സ് ലെൻസ് ആണ് അല്ലേ. എന്നിട്ട് എന്തൊക്കെ വേരിയബിൾസ് തന്നിട്ടുണ്ട്? ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ, ന്യൂമറിക്കൽ കിട്ടുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ടെർമിനോളജീസ് എടുത്ത് എഴുതണം അല്ലേ. അപ്പോൾ ആദ്യം എന്താ? ഫോക്കൽ ലെങ്ത് 18 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സോ യു ഹാവ് എഫ് ഇസ് ഈക്വൽ ടു 18 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചറും പോസിറ്റീവ് ആണ്. സോ എഫ് ഇസ് പോസിറ്റീവ് 18 സെൻറ്റിമീറ്റർ. ഇനി എന്താ? At what distance should an object be placed from a convex lens of focal length 18 cm to obtain an image at 24 cm on the other side? So, image is formed at 24 cm on the other side എന്ന് പറഞ്ഞിട്ടുണ്ട്. So, on the other side എന്ന് പറയുമ്പോൾ convex lens ന്റെ on the other side എന്ന് പറയുന്നത് ഈ സൈഡ് ആണ് അല്ലേ, which is to the right of the mirror, right of the lens. So, it will be again positive. So, v യുടെ വാല്യൂം പോസിറ്റീവ് ആണെന്ന് തന്നിരിക്കുന്നു. Okay, we are asked to find the magnification produced, right? Magnification kittanamengil we have the equations m is equal to h dash by h or v by u. Two equations undu alle. Appo m is equal to v by u എന്നുള്ള റിലേഷൻ യൂസ് ചെയ്യാം. v തന്നിട്ടുള്ളതുകൊണ്ട്. പക്ഷെ u ഇല്ല. u വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഫോക്കൽ ലെങ്ത്തും വിയും ഉണ്ട്. we have the relation as the lens formula, that is 1 by v minus 1 by u equal to 1 by f. See, ലെൻസ് ആണോ മിറർ ആണോ നോക്കിയിട്ട് വേണം ഫോർമുലയൊക്കെ അപ്ലൈ ചെയ്യാൻ. ഓക്കെ, സോ 1 by v minus 1 by u equal to 1 by f എന്ന റിലേഷൻ ഉണ്ട്. സോ 1 by 24 മൈനസ് നമുക്ക് 1 by u യുടെ വാല്യൂ അല്ലേ വേണ്ടേ? 1 by u will be what? It will be 1 by v minus 1 by f. That is 1 by 24 minus 1 by 18. Okay, negative sign ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 18 minus 24 by 24 into 18, that is 432 എന്ന് കിട്ടും അല്ലേ. സോ minus 6 by 432. That is minus 1 by 72 എന്ന് വരും. റൈറ്റ്. സോ 1 by u ആണ് നമുക്ക് minus 1 by 72 എന്ന് കിട്ടിയിരിക്കണേ. അവസാനം വെച്ചിട്ട് ഇത് തെറ്റിക്കരുത്. 1 by യുടെ വാല്യൂ ആണിത്. സോ u will be minus 72 centimeter. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ആൻഡ് സി, ഒബ്ജക്ട് ഡിസ്റ്റൻസ് നെഗറ്റീവ് വന്നു. നെഗറ്റീവ് വരണം അല്ലേ. ഏത് ലെൻസ് ആയാലും ഏത് മിറർ ആയാലും യു വിൽ ബി നെഗറ്റീവ്. സോ അതിലാണ് നമുക്ക് ആൻസർ കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യു കിട്ടി. ഇനി എന്താ? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഫോർമുല എന്താ നോക്കിക്കേ. നമുക്കിപ്പോൾ യു കിട്ടിയത് എത്രയാണ്? യു ഇസ് ഈക്വൽ ടു മൈനസ് 72 സെൻറ്റിമീറ്റർ. Now, magnification is equal to v by u, right? v യുടെ വാല്യൂ എന്താണെന്നാ പറഞ്ഞേ? v is 24 centimeter divided by magnification is minus 72. അല്ലേ, മൈനസ് ആണോ? മൈനസ് സൈൻ ഇടണം. സോ we'll get it to be minus 1 by 3. ഓക്കെ, 1/3 ആണ് എന്ന് നമുക്ക് പറയാം മാഗ്നിഫിക്കേഷൻ. ദാറ്റ് ഇസ് നെഗറ്റീവ്. ക്ലിയർ? സോ ദിസ് ഇസ് അബൌട്ട് ദ കേസ്. അപ്പോൾ ഇങ്ങനെയാണ് ന്യൂമറിക്കൽസ് വരുന്നത്. അത് നോക്കുക. മാഗ്നിഫിക്കേഷൻ എപ്പോഴും കോൺവെക്സ് ലെൻസിന് നെഗറ്റീവ് ആയിരിക്കും. ആ കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പവർ എങ്ങനെയാണ് വരുന്നത്, പവറിൻ്റെ സൈൻ എന്താണ്, കോൺവെക്സ് ലെൻസിന് എങ്ങനെയാണ്, കോൺകേവ് ലെൻസിന് എങ്ങനെയാണ്, മാഗ്നിഫിക്കേഷൻ എങ്ങനെ വരാം, ഇതൊക്കെ നോക്കുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ നെഗറ്റീവ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, എം ഇസ് ഈക്വൽ ടു മൈനസ് 1/3 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ? കോൺവെക്സിന് നമുക്ക് ഒരു ഡിമിനിഷ്ഡ് ഇമേജ് ആണ് കിട്ടിയിരിക്കുന്നത് എന്നർത്ഥം. ക്ലിയർ? ഇനി if the image formed by a spherical mirror for all positions of the object placed in front of it is always erect and diminished, then what type of mirror is it? Draw a label diagram to support your answer. Yes, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മളോട് ഇപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു സ്പിരിക്കൽ മിറർ ഉണ്ട്. അത് ഏതൊരു പൊസിഷനിൽ വെച്ചാലും, ഒബ്ജക്റ്റ് മിററിൻ്റെ ഫ്രണ്ടിൽ ഏത് പൊസിഷനിൽ വെച്ചാലും വി ആർ ഗെറ്റിംഗ് എ ഇറക്റ്റ് ഡിമിനിഷ്ഡ് ഇമേജ്. അങ്ങനെ ഒരു മിററാണ് ചോദ്യം. കോൺകേവ് മിററിൽ നമുക്ക് പല പൊസിഷൻ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. അതിൽ ചിലത് നമുക്ക് ഡിമിനിഷ്ഡ് ഇമേജ് കിട്ടാം, പോയിന്റ് സൈസ്ഡ് കിട്ടാം, എൻലാർജ്ഡ് ഉണ്ട്, ഹൈലി എൻലാർജ്ഡ് ഉണ്ട് അല്ലേ. പക്ഷേ ഇവിടെ ആവശ്യം ആൻഡ് നമുക്ക് 5 കേസസിലും റിയൽ ഇൻവേർട്ടഡ് ആണ് കിട്ടുന്നത്. ഒരെണ്ണത്തിലെ വെർച്വൽ ഇറക്റ്റ് കിട്ടുന്നുള്ളൂ കോൺകേവ് മിററിൽ. കോൺവെക്സ് മിററിലാണെങ്കിലോ നമുക്ക് കിട്ടുന്നതെല്ലാം തന്നെ സ്മോൾ ഇമേജസ് ആണ്. അതെല്ലാം ബിഹൈൻഡ് ദ മിറർ ആണ്, വെർച്വൽ ഇറക്റ്റ് ഇമേജസ് ആണ് കിട്ടിയിരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താ? കോൺവെക്സ് മിറർ ആണ്.
അല്ലേ? Why? Because it is the only mirror which gives you erect and diminished images and when the object is placed at any of the positions. Okay, അപ്പോൾ കോൺവെക്സ് മിറർ എന്നുള്ളത് കിട്ടി. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഓഫ് മിറർ ഐഡന്റിഫൈ ചെയ്തു. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഡ്രോ എ ലേബൽഡ് റേ ഡയഗ്രാം ടു സപ്പോർട്ട് യുവർ ആൻസർ. ഓക്കെ, അപ്പോൾ കോൺവെക്സ് മിററിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പൊസിഷൻ റേ ഡയഗ്രാംസ് ഉണ്ട്. എന്താ? ഒന്ന് ഒബ്ജക്ട് വെൻ ഇറ്റ് ഇസ് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി ഓർ വെൻ ദ ഒബ്ജക്ട് ഇസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ദ പോൾ ഓഫ് ദ മിറർ. അല്ലേ? രണ്ട് ഇമേജ് ഫോർമേഷൻസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു ഇമേജ് ഫോർമേഷൻ ഇവിടെ വരച്ചാൽ മതി. ഓക്കെ, ടു സപ്പോർട്ട് ദാറ്റ് പെർട്ടിക്കുലർ ഡേറ്റ. ഓക്കെ, അപ്പോൾ റേ ഡയഗ്രാം വരയ്ക്കാൻ തന്നിരിക്കുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞു നേരിട്ട് റേ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോമിൽ നമ്മൾക്ക് റേ ഡയഗ്രാം വരയ്ക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു ന്യൂമറിക്കലായിരിക്കാം. ഓക്കെ, ഒരു ന്യൂമറിക്കൽ തന്നിട്ട് നമ്മളടുത്ത് എന്ത് പറയും? യുവും വി ഒക്കെ കാണാൻ പറഞ്ഞിട്ട് അതിന് കറസ്പോണ്ടിങ് ആയി റേ ഡയഗ്രാം വരയ്ക്കാൻ പറയാം. അപ്പോൾ റിയൽ ഇൻവേർട്ടഡ് ഇമേജ് കിട്ടുന്ന രീതിയിൽ ആ രീതിയിലും നമ്മളടുത്ത് ഇമേജ് ഫോർമേഷൻ പറയാറുണ്ട്. അത് വരയ്ക്കാൻ പറ്റണമെങ്കിൽ നോർമൽ ഇമേജ് ഫോർമേഷൻസ് നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, നോർമലി ഉള്ള റേ ഡയഗ്രാംസിനെ കുറിച്ചൊരു ഐഡിയ വേണം. നെക്സ്റ്റ്, ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? State the laws of refraction of light. Explain the term absolute refractive index of a medium and write an expression to relate it with the speed of light in vacuum. Yes, laws of refraction. ഒരു സ്റ്റേറ്റ് ചെയ്യാനാണ്, laws സ്റ്റേറ്റ് ചെയ്യാനാണ്, which is a direct question. എന്തൊക്കെയാണ് laws? First one is that the incident ray, the refracted ray and the normal. Isn't it? They all lie in the same plane. Normal കുറിച്ച് പറയുമ്പോഴും പറയണം between the surface of separation ആണ്, at the point of incidence ആണ് എന്നുള്ളതൊക്കെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അല്ലാതെ വെറുതെ കോമേറ്റ് എഴുതി all lie in the same plane എഴുതിയാൽ പോരാ. പിന്നെയോ സെക്കൻഡ് ലോ എന്താണ്? That is your Snell's law, which gives an idea about the refractive index. അല്ലേ? sin I by sin R equal to a constant, which is termed to be the refractive index. See, ഇവിടെ laws of refraction ചോദിച്ചിരിക്കണേ. അതുകൊണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ബേസ് ചെയ്താന്ന് വിചാരിച്ച് സ്നെൽസ് ലോ മാത്രം എഴുതിയാൽ പോരാ. ഓക്കെ, സോ സ്നെൽസ് ലോ എഴുതാം. സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വിച്ച് ഇസ് കോൾഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. പിന്നെന്താ ചോദിച്ചേ? ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഉണ്ട്, ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഉണ്ട്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ എന്താ? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഫസ്റ്റ് മീഡിയം ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ സെക്കൻഡ് മീഡിയം. ആ റേഷ്യോയാണ്. ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുമ്പോൾ എന്താ? ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഓർ ഫ്രീ സ്പേസ്. അല്ലെങ്കിൽ നമ്മളെ എയറിനും സ്പീഡ് ഓഫ് ലൈറ്റ് സി എന്ന് എടുക്കുന്നത് കൊണ്ട് സി എന്ന് അവിടെയും എടുക്കാം. എയറും മീഡിയം ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. സെക്കൻഡ് മീഡിയം ക്യാൻ ബി എനി അതർ മീഡിയം. ഫസ്റ്റ് മീഡിയം അപ്പോൾ വാക്വം അല്ലെങ്കിൽ ഫ്രീ സ്പേസ് എന്ന രീതിയിൽ വരും. ഓക്കെ, അപ്പം ഈ ഒരു റിലേഷൻ ആണ് അവർ പിന്നെ ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻ എക്സ്പ്രഷൻ ടു റിലേറ്റ് ഇറ്റ് വിത്ത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം റിലേറ്റ് ചെയ്യുന്ന റിലേഷൻ ആണ് n is equal to c by v. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തേക്ക് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് വരാം. ഓക്കെ, അതല്ലെങ്കിൽ ചിലപ്പോൾ മാഗ്നിഫിക്കേഷൻ തന്നിട്ട് വി അല്ലെങ്കിൽ യുടെ വാല്യൂ തന്ന് നമ്മളോട് ഫോക്കൽ ലെങ്ത് കാണാൻ പറയാം, അല്ലെങ്കിൽ പവർ കണ്ടുപിടിക്കാനൊക്കെ പറയാം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളടുത്ത് മാഗ്നിഫിക്കേഷന് വാല്യൂ ഉണ്ട്, വിയും തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ യു കണ്ടുപിടിക്കാം യൂസിങ് ദ റിലേഷൻ m is equal to v by u. അല്ലേ? അപ്പോൾ മാഗ്നിഫിക്കേഷന് കറക്റ്റ് സൈൻ ഒക്കെ ഇടാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ നോക്കണ്ടേ? നമുക്ക് കിട്ടുന്ന ഇമേജ് ചെറുതാണോ വലുതാണോ, അതിനനുസരിച്ച് നമുക്ക് റിയൽ ഇൻവേർട്ടഡ് ഏത് ലെൻസ് ആണ് എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അസൈൻ ചെയ്യാൻ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾക്ക് ഇമേജ് ഡിസ്റ്റൻസും കറക്റ്റ് സൈൻ ഉപയോഗിച്ച് തന്നെ ഇടുക. എന്നിട്ട് നമ്മൾ യുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, യുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ലെൻസ് ആണെങ്കിൽ ലെൻസ് ഫോർമുല, മിറർ ആണെങ്കിൽ മിറർ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം വിയും യുവും കിട്ടി. ഓക്കെ, ഇനി ഫോക്കൽ ലെങ്ത് അറിയാമെങ്കിൽ പവർ ഇസ് ഈക്വൽ ടു 1/f വെച്ച് പവർ കണ്ടുപിടിക്കാം. പക്ഷേ ഫോക്കൽ ലെങ്ത് സെൻറ്റിമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ന്യൂമറിക്കൽസ് ചെയ്യുക. റേ ഡയഗ്രാംസ് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, റേ ഡയഗ്രാംസിനെ കുറിച്ച് കറക്റ്റ് വരച്ച് പഠിച്ചൊരു ധാരണയുണ്ടെങ്കിൽ തന്നെ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നന്നായിട്ട് എല്ലാം മനസ്സിലാക്കി പഠിക്കുക, വരച്ച് പഠിക്കുക. എന്നിട്ട് അതിനെക്കുറിച്ചൊരു ക്ലിയർ ഐഡിയ ഉണ്ടായതിന് ശേഷം നമുക്ക് എക്സാമിനെ വളരെ സിമ്പിളായിട്ട് ഫേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാംസ്. HomeSkul, where you learn best.